മെമ്പേഴ്സായി. ഈ മീറ്റിംഗിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സൗത്ത് ഇന്ത്യൻ ടീമിലെ ബഹുമാനപ്പെട്ട സീനിയേഴ്സ്, സഹപ്രവർത്തകരെ, എൻ്റെ പേര് രാമേന്ദ്രൻ, വീട് ഞാറക്കയാണ്. ഈ ഓഡിറ്റോറിയത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്നത്തെ സൂം ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. ഏതായാലും 1 മണിക്കൂർ ഈ ഓഡിറ്റോറിയത്തിന്റെ മനോഹരമായ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്കിവിടെ ചർച്ച ചെയ്യാം. കഴിച്ചിരുന്നത് ഇന്ന് അനവധി ഉൽപ്പന്നങ്ങളുണ്ട്. എങ്കിലും വെല്ലസിന്റെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ് കൂടുതലും കമ്പനി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. കമ്പനി ഉദ്ദേശിക്കുന്നത് ആരോഗ്യം, ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. ഇതാണ് കമ്പനിയുടെ മുദ്രാവാക്യം തന്നെ. അപ്പൊ ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യം തന്നെയാണ്. മലയാളിയെ സംബന്ധിച്ച് മലയാളി ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് പണമുണ്ടാക്കി അവസാനം ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ആ പണം മുഴുവൻ ചെലവാക്കും. കിട്ടാവുന്ന സ്ഥലത്ത് മുഴുവൻ കടം വാങ്ങി പൂർവികര് സമ്പാദിച്ച സമ്പത്ത് വരെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കുന്നത്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ്. ഈ ഓഡിറ്റോറിയം കമ്പനിയുടെ മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങളും തന്നെ വെൽനസ് ഉൽപ്പന്നങ്ങളാണ്. രോഗം വന്ന് ചികിത്സിക്കുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. രോഗം വന്ന് ചികിത്സിക്കുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ രോഗം വരാതെ എങ്ങനെ നോക്കാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പൊ കൊറോണ 2000 കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ആരോഗ്യത്തിന്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് നമ്മൾ കൊറോണ കാലഘട്ടത്തിലാണ്. കാരണം സമ്പന്നരായ അനവധി മെമ്പേഴ്സ് അവരുടെ സമ്പത്തിനൊന്നും ചെയ്യാൻ പറ്റാതെ അവർ നിസ്സഹായരായ ഒരു അവസ്ഥയാണ് കൊറോണ കാലഘട്ടം. രോഗപ്രതിരോധ സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ ആ കൊറോണ കാലഘട്ടത്തിൽ ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ സാധിച്ചുള്ളൂ. ഇപ്പൊ എത്ര സമ്പത്ത് ഉണ്ടെങ്കിലും ആരോഗ്യമുള്ള മെമ്പേഴ്സിന് മാത്രമേ ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നുള്ളൂ. നമ്മളൊരു ഡോക്ടറോട് ചോദിക്കുകയാണ്, നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ഡോക്ടറോട് നമ്മൾ ചോദിക്കുകയാണ്, രോഗം വരാതിരിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്ന ഒരു മറുപടി, രോഗം വന്നാൽ മാത്രമേ എനിക്ക് ചികിത്സിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഡോക്ടർ ഒരു മറുപടി പറയുന്നത്. കാരണം ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള ഒരു അറിവാണ് ഡോക്ടറിനുള്ളത്. രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത ഏറ്റവും ക്ലോസ് ആയ ഒരു ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹം പറയും, നല്ല വ്യായാമം ചെയ്യണം, നല്ല ആഹാരം കഴിക്കണം, നല്ല ഉറക്കം വേണം. അപ്പൊ ആരോഗ്യം വേണമെങ്കിൽ ഈ 3 കാര്യങ്ങളാണ് വേണ്ടത്: നല്ല വ്യായാമം, നല്ല ആഹാരം, ഗാഢമായ ഉറക്കം. ഇത് 3 കിട്ടിയാൽ മാത്രമേ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഈ ഓഡിറ്റോറിയത്തിന്റെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു തരുന്നത്. നല്ല ആഹാരം, നല്ല വ്യായാമം, നല്ല ഉറക്കം. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളാണ് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണഫലങ്ങൾ. ഇപ്പൊ ആയുർവേദം തന്നെ പറയുന്നത് പാതി രോഗം ഉറങ്ങിയാൽ തീരുമെന്ന് പറയുന്നത്. നമ്മളുടെ മിക്കവാറും രോഗങ്ങൾ നല്ലൊരു ഉറക്കം ഉറങ്ങിയാൽ തന്നെ തീരാവുന്നേ ഉള്ളൂ. പക്ഷെ ഉറക്കം ഒരു വലിയ പ്രശ്നമാണ്. മിക്കവാറും എല്ലാവർക്കും തന്നെ നല്ല രീതിയിലുള്ള ഗാഢമായ ഉറക്കം കിട്ടുന്നില്ല. പല കാരണങ്ങളുണ്ട്. ജീവിത പ്രശ്നങ്ങൾ, ടെൻഷൻ ഉണ്ട്. പിന്നെ രാത്രി കിടക്കുന്ന സമയത്താണ് കൂടുതൽ ആഹാരം കഴിക്കുന്നത്. പിന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കിടക്കുന്ന സമയം വരെ നമ്മൾ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ ഗാഢമായ ഉറക്കം കിട്ടുന്നില്ല.
ആ ഉറക്കക്കുറവ് നമ്മൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ നിയോഡൈമിയം മെഡിക്കൽ മാനേജ്മെന്റ് ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഗാഠമായ ഉറക്കം തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമ്മളുടെ ജീവിതം, ഇവിടെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം നമ്മളുടേത് മാത്രമാണ്. അവസാന കാലഘട്ടം വരെ നമ്മളുടെ കൂടെ ഉണ്ടാകുന്നത് നമ്മളുടെ ശരീരം മാത്രമാണ്. അപ്പൊ ആ ശരീരത്തിനെ ആരോഗ്യമുള്ളതാക്കി മാറ്റുക എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാറുണ്ട്, നമ്മളുടെ പരിപൂർണ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുന്ന, ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണം ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കാത്തവരാരാ ഉള്ളത്? വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണം. നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങള്, നമ്മളെ ശരീരം ആഗീരണം ചെയ്യാൻ സഹായിക്കുന്ന, ഗാഠമായ ഉറക്കം കിട്ടുന്ന. അപ്പൊ നമ്മൾ വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയാണ്. വ്യായാമത്തിന്റെ ഗുണഫലം എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കുക, കൂടുതൽ ഓക്സിജൻ ആഗീരണം ചെയ്യാനായിട്ട് നമ്മളുടെ ശരീരത്തിനെ സഹായിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിട്ടണമെങ്കിൽ നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതിന് ഉതകുന്ന, ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്ത ആരാണുള്ളത്? നമ്മളെ നിയോഡൈമിയം മെഡിക്കൽ മാനേജ്മെന്റിന്റെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഈ ഗുണഫലം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ്. എന്താണ് ആരോഗ്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തിന്റെ ഒരു നിർവചനം, ഊർജ ശരീരം സജീവമായാല് ഭൗതിക ശരീരം സൗഖ്യത്തിലാവും. അപ്പൊ ഊർജ ശരീരം, നമ്മുടെ ഇന്റേണൽ ഓർഗൻ പാർട്സ് എല്ലാം ആരോഗ്യമുള്ളതായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭൗതിക ശരീരത്തിനെ നമുക്ക് സൗഖ്യത്തിലാക്കാൻ സാധിക്കും. ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ആസ്റ്റർ മെഡിസിറ്റിയുടെ ഒരു പരസ്യം ഞാൻ കണ്ടു. ആ പരസ്യത്തിൽ പറയുന്ന ഒരു കാര്യം, 100 ബെഡ് കൂടി നിങ്ങളുടെ 100 ബെഡ് കൂടി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ട് ഞങ്ങൾ കൂട്ടിച്ചേർത്തു. 1-2 ബെഡല്ല, 100 ബെഡ് കൂടിയാണ് ആസ്റ്റർ മെഡിസിറ്റിൽ കൂടുതലായിട്ട് നമുക്ക് വേണ്ടി കൂട്ടിച്ചേർത്തത്. അതിന്റെ കാരണം ആസ്റ്റർ മെഡിസിറ്റി പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പൊ കുഴപ്പക്കാരി ഹോസ്പിറ്റലല്ല, കുഴപ്പക്കാരി നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിന് 100 ബെഡ് കൂടി കൂട്ടിയിട്ടുള്ളത്. പിന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, സ്വയം പരിപാലനമാണ് ആരോഗ്യ പരിപാലനം. ആ പരസ്യത്തിൽ അവർ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, സ്വയം പരിപാലനമാണ് ആരോഗ്യ പരിപാലനം. അപ്പൊ സ്വയം പരിപാലനമാണ് ആരോഗ്യ പരിപാലനം. ഈ സ്വയം പരിപാലനം, നമ്മൾ ഊർജ ശരീരം സജീവമാക്കിയാൽ ഭൗതിക ശരീരം സൗഖ്യത്തിലാക്കും. അപ്പൊ ആ രീതിയിൽ നമ്മളുടെ ആ ആരോഗ്യ സംബന്ധമായ സ്വയം പരിപാലനത്തെ സംബന്ധിച്ച് എത്ര പേർക്ക് അറിയാം? ഇപ്പൊ നമ്മളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മളെ രക്ഷകർത്താക്കളോ നമ്മളെ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരോ ആരും തന്നെ എങ്ങനെയാണ് നമ്മളുടെ ആരോഗ്യം പരിപാലിക്കേണ്ടതെന്ന് ഇന്ന് വരെ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന മനുഷ്യരായ നമുക്ക് എന്തോ പ്രത്യേക കഴിവുണ്ടെന്നുള്ളതാണ്. അല്ല, ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. എന്തൊക്കെയാണ് പഞ്ചഭൂതങ്ങള്? ആകാശം, അഗ്നി, ഭൂമി, ജലം, വായു. അപ്പൊ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ മനുഷ്യ ശരീരം ആരോഗ്യമുള്ളതാക്കി മാറ്റണമെങ്കിൽ ഊർജ ശരീരം സജീവമാകണം, ഭൗതിക ശരീരം സൗഖ്യത്തിലാകണം. അതിന് 5 എലിമെന്റ്സ് കൂടിയേ മതിയാവുള്ളൂ. എന്തൊക്കെയാണ് ഈ 5 എലിമെന്റ്സ്? പ്രാണവായു, ജീവജലം, പോഷകാഹാരം, സൂര്യപ്രകാശം, എർത്ത് എലമെന്റ്സ്. ഈ 5 കാര്യങ്ങളും ഒരേപോലെ കിട്ടിയാൽ മാത്രമേ നമ്മളുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ നിയോഡൈമിയം മെഡിക്കൽ മാനേജ്മെന്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും തന്നെ ഈ 5 കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പ്രാണവായു കിട്ടുന്നുണ്ട്, ജീവജലം കിട്ടുന്നുണ്ട്,
പോഷകാഹാരം കിട്ടുന്നുണ്ട്, സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്, എർത്ത് എലമെന്റ്സ് കിട്ടുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടാ? കേൾക്കല്ലേ? ഹലോ, നമ്മളെ ഹോസ്റ്റ് ഈ 5 കാര്യങ്ങളാണ്. പ്രാണവായു വേണം, ജീവജലം വേണം, പോഷകാഹാരം വേണം, സൂര്യപ്രകാശം വേണം, എർത്ത് എലമെന്റ്സ് വേണം. ഈ ബയോടൂറിയത്തിന്റെ നിയോഡൈമിയം മെഡിക്കൽ മാനേജ്മെന്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് 5 കാര്യങ്ങൾ വേണമെങ്കിൽ ഇതിന് 4 കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രാണവായു കിട്ടുന്നുണ്ട്, ജീവജലം കിട്ടുന്നുണ്ട്, പോഷകാഹാരം കിട്ടുന്നുണ്ട്, എർത്ത് എലമെന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ ആരോഗ്യത്തെ സംബന്ധിച്ച് നമ്മൾ പ്രൊഫസർ വിവേകാനന്ദൻ പറയുന്നത് ചെരുപ്പാണ് നമ്മളെ ശത്രു എന്ന് പറയുന്നത്. കാരണം ഈ ഭൂമിയിൽ ഉള്ള ജീവജാലങ്ങൾക്ക് ഹോസ്പിറ്റൽ ഉള്ളത് മനുഷ്യനും മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങൾക്കും മാത്രമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനും മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങളും നഗ്നപാതരായിട്ട് മണ്ണിൽ ചവിട്ടുന്നില്ല. എന്നാൽ ഭൂമിയിൽ നിന്നുള്ള എർത്ത് എലമെന്റ്സ് നമുക്ക് കിട്ടുന്നില്ല. ചവിട്ടി നടക്കാൻ തന്നെ ഈ നല്ല മണ്ണില്ല. ചവിട്ടി നടക്കാൻ തന്നെ നമുക്ക് നല്ല മണ്ണില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഭൂമിയിൽ നിന്നുള്ള മാഗ്നറ്റിക് പവർ നമുക്ക് കിട്ടുന്നില്ല. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഊർജ സ്രോതസ് ഈ ഭൂമിയുടെ മാഗ്നറ്റിക് പവറാണ്. ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്. അതാണ് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഊർജ സ്രോതസ്. ചെരുപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് നഗ്നപാതരായിട്ട് മണ്ണിൽ ചവിട്ടി നടക്കാത്തതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നുള്ള മാഗ്നറ്റിക് പവർ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ ഹോസ്പിറ്റലുകളിൽ മനുഷ്യനും മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങൾക്കും വേണ്ടി വരുന്നത്. അപ്പൊ ഇവിടെ ഈ ബയോടൂറിയം എന്ന് പറയുന്ന കമ്പനി മാനേജിംഗ് ഡയറക്ടറുള്ള സാഗർ ജോഷി സാറ് ഈ 5 കാര്യങ്ങളിൽ 4 കാര്യങ്ങളും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്. ആ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാട്രസും പില്ലോ പാഡും. 6 അടി നീളം വരുന്ന 3 അടി വീതി വരുന്ന ഒരു മാട്രസ് ഉണ്ട്. പില്ലോ കവറിന് ഉള്ളിൽ വെക്കുന്ന ഒരു പില്ലോ പാഡ് ഉണ്ട്. ഇതിൽ 210 നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ നെഗറ്റീവ് പോസിറ്റീവ് ആയ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് എനർജി നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ട്. കോശങ്ങൾക്ക് 4 കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ കോടാനുകോടി കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ഓരോ കോശങ്ങൾക്കും വേണ്ടത് മാഗ്നറ്റിക് എനർജിയാണ്. ഈ ഭൂമിയിൽ നിന്ന് സൗജന്യമായിട്ട് കിട്ടുന്ന, ഭൂമി ദേവി തരുന്ന മാഗ്നറ്റിക് എനർജിയാണ്. ആ മാഗ്നറ്റിക് എനർജി ചെരുപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നില്ല. നോർത്ത് പോളും സൗത്ത് പോളിൽ നിന്നും മാഗ്നറ്റിക് എനർജി കിട്ടുന്നുണ്ട്. ഭൂമിയിലുള്ള ഇരുമ്പിന്റെ ഉപയോഗം കൂടുന്നത് കൊണ്ട് ആ മാഗ്നറ്റിക് എനർജി ഇന്ന് അന്തരീക്ഷത്തിൽ വളരെ കുറവാണ്. അപ്പം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ നിന്നുള്ള മാഗ്നറ്റിക് എനർജി കിട്ടുന്നില്ല. ഈ കോശങ്ങൾക്ക് കിട്ടുന്ന മാഗ്നറ്റിക് എനർജി ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ആ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആണ് നമ്മൾ ഓർഗൺ പാർട്സിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നത്. നമ്മളെ തലച്ചോറിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ തലച്ചോറിന് 25 വാട്ട്സ് കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഓരോ കോശങ്ങൾക്കും -25 വാട്ട്സ് കറണ്ട് ആവശ്യമാണ്. അപ്പൊ ആ സെൽ വോൾട്ടേജിൽ വരുന്ന വ്യതിയാനമാണ് മനുഷ്യ ശരീരത്തിലുള്ള ഡിസോർഡറിന്റെ പ്രധാന കാരണം. ഇവിടെ നമ്മളെ മാട്രസിലും പില്ലോ പാഡും ഉപയോഗിക്കുമ്പോൾ, അതിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഓരോ കോശങ്ങൾക്ക് ആവശ്യമായ മാഗ്നറ്റിക് പവർ കിട്ടുന്നുണ്ട്. ആ മാഗ്നറ്റിക് പവർ ഡൈവേർട്ട് ചെയ്തൊരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആണ് നമ്മളെ തലച്ചോറ്, ഹൃദയം, ആമാശയം, ലിവർ, അതേപോലുള്ള 80 ഓർഗൻ പാർട്സ് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഇവിടെ കോശങ്ങൾക്ക് ആവശ്യമായ മാഗ്നറ്റിക് പവർ കിട്ടുന്നുണ്ട്. അത് ഡൈവേർട്ട് ചെയ്തൊരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്.
ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 250 ഗ്രാം മാത്രം തൂക്കം വരുന്നത് നമ്മളെ ഹൃദയം ഒരു ദിവസം ഏകദേശം 1,00,000 തവണ പിടിക്കുന്നുണ്ട്. ഒരു മിനിറ്റിൽ ഏകദേശം 72 പ്രാവശ്യം പിടിക്കുന്നുണ്ട്. ഒരു മിനിറ്റിൽ ഏതാണ്ട് 90 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് സമയം കൊണ്ട് 90 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ ഏതാണ്ട് 90 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് സമയം കൊണ്ട് 5 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ നല്ല രീതിയിലുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ നമ്മളെ ശരീരത്തിൽ കിട്ടുമ്പോൾ, ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാല് ബ്ലഡ് ഒരു ട്രാൻസ്പോർട്ടിങ് ആണ് ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാല്. കോശങ്ങൾക്ക് ആവശ്യമായ പ്രാണവായു, ജീവജലം, പോഷകാഹാരം ഇത് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു ജോലിയാണ് ബ്ലഡ് സർക്കുലേഷന്റെ ധർമ്മം. ആ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിന് ആവശ്യമായ വോൾട്ടേജ് വേണം. ഹൃദയത്തിന് ആവശ്യമായ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ വേണം. ഇവിടെ നമ്മൾ മണ്ണിൽ ചവിട്ടി നടക്കുന്നില്ല. ഭൂമിയിൽ നിന്നുള്ള മാഗ്നറ്റിക് പവർ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ല. ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ നമ്മുടെ ശരീരത്തിൽ വളരെ കുറവാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിൽ മാന്ദ്യം സംഭവിക്കുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ കുറയുന്നുണ്ട്. ഒരു മിനിറ്റിൽ 90 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന് പകരം 50 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റിൽ 5 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന് പകരം 3.5 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എല്ലാ കോശങ്ങൾക്കും ആവശ്യമായ ആ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നില്ല. എല്ലാ കോശങ്ങളിലേക്കും ബ്ലഡ് വരുന്നില്ല. ബ്ലഡ് എത്താത്ത കോശങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കോശങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കുന്നുണ്ട്. ആ കോശങ്ങൾക്ക് ആവശ്യമായ ജീവജലം കിട്ടുന്നില്ല, പ്രാണവായു കിട്ടുന്നില്ല, പോഷകാഹാരം കിട്ടുന്നില്ല. ആ കോശങ്ങളുടെ ആരോഗ്യം കുറയുമ്പോൾ ആ കോശങ്ങൾ ഡിസോർഡർ ആകുന്നുണ്ട്. കോശങ്ങൾ ഉൾക്കൊള്ളുന്ന ടിഷ്യൂസ് ഡിസോർഡർ ആകുന്നുണ്ട്. ടിഷ്യൂസ് ഉൾക്കൊള്ളുന്ന ഓർഗൻ പാർട്സ് ഡിസോർഡർ ആകുന്നുണ്ട്. അത് നമ്മളുടെ പാൻക്രിയാസിന്റെ കോശങ്ങളാണ് എങ്കിൽ അത് ഷുഗർ ആയിട്ട് മാറുന്നുണ്ട്. ലിവറിന്റെ കോശങ്ങളാണെങ്കിൽ ലിവർ സിറോസിസ് ആയിട്ട് മാറുന്നുണ്ട്. ആമാശയത്തിന്റെ കോശങ്ങളാണെങ്കിൽ ആമാശയ സംബന്ധമായ പ്രശ്നങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്ലഡ് സർക്കുലേഷൻ ക്രമമല്ലാത്തത് കൊണ്ടാണ് മനുഷ്യ ശരീരത്തിൽ ഇത്രയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ ദിവസം വന്നൊരു വീഡിയോയില് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ രാധാകൃഷ്ണൻ സാർ പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന 99% രോഗങ്ങളുടെയും കാരണം ബ്ലഡ് സർക്കുലേഷൻ ക്രമമല്ലാത്തത് കൊണ്ടും ഓക്സിജൻ കൂടുതൽ ആഗിരണം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് മനുഷ്യ ശരീരത്തിൽ 99% ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അതിന് ഇന്ന് വരെ ഒരു മരുന്നും ഒരു വൈദ്യശാസ്ത്രവും കണ്ടെത്തിയിട്ടില്ല. എന്നാൽ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്ക്, ഈ ബയോട്ടോറിയത്തിന്റെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിലെ 99% ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. പിന്നീട് വരാൻ സാധ്യതയുള്ള ഒരു അസുഖം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈറസ് അറ്റാക്കാണ്. കൊറോണ പോലുള്ള വൈറസുകൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. ആ കൊറോണ പോലുള്ള വൈറസുകൾ ഇനിയും വരുമ്പോൾ രോഗപ്രതിരോധം ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ ആ വൈറസിനെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ വൈറസിനെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള രോഗപ്രതിരോധ സംവിധാനം ഉണർത്താനായിട്ട് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. 6 അടി നീളം വരുന്ന, 3 അടി വീതി വരുന്ന ഒരു മാട്രസ്, ഒരു പില്ലോ പാഡ്, 210 നെഗറ്റീവ് പോസിറ്റീവ് ആയ നാനോ ടെക്നോളജിയിലുള്ള നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ്. ഈസി ആയിട്ട് നമ്മൾ അതിൽ കിടന്നുറങ്ങിയാൽ മതി. അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ കോശങ്ങൾക്ക് ആവശ്യമായ മാഗ്നറ്റിക് പവർ കിട്ടുന്നുണ്ട്. ആ മാഗ്നറ്റിക് പവർ ഡൈവേർട്ട് ചെയ്തിട്ടൊരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ആ ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കിട്ടുന്നുണ്ട്. ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ ക്രമമാകുന്നുണ്ട്. ഓരോ കോശങ്ങളിലും ബ്ലഡ് എത്തുന്നുണ്ട്. കൂടുതൽ ഓക്സിജൻ നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഉറക്കത്തിലാണ് നമ്മുടെ ശരീരത്തിന്റെ മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നടക്കുന്നത്. ഈശ്വരൻ നമുക്ക് ഉറക്കം തരുന്നതിന്റെ കാരണം നമ്മളെ ശരീരത്തിന്റെ റിപ്പയറിങ് കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ സ്വയം റിപ്പയർ ചെയ്യാൻ കഴിവുള്ള ഒരു യന്ത്രമാണ് മനുഷ്യ ശരീരം. അതാണ് മനുഷ്യ ശരീരത്തിന്റെ ഒരു പ്രത്യേകത.
സ്വയം റിപ്പയർ ചെയ്യാനുള്ള ഒരു കഴിവ് മനുഷ്യ ശരീരത്തിനുണ്ട്. അത് മനുഷ്യ ശരീരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ സ്വയം റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മനുഷ്യ ശരീരം സ്വയം റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗാഢമായ ഉറക്കം വേണം. ആ ഉറക്കത്തിലാണ് നമ്മുടെ ശരീരത്തിന്റെ മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നടക്കുന്നത്. അപ്പൊ പകല് നമ്മൾ കഴിക്കുന്ന ആഹാരം, ഉദാഹരണം പറഞ്ഞാല് ഒരു മുട്ട നമ്മൾ കഴിക്കുന്നു. മുട്ടയിൽ പ്രോട്ടീൻ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. പക്ഷെ ആ പ്രോട്ടീനും കൊളസ്ട്രോളും ഉപയോഗിച്ച് നമ്മളുടെ കോശങ്ങള്, പുതിയ കോശങ്ങൾ, ആരോഗ്യമുള്ള കോശങ്ങൾ നിർമ്മിക്കാനായിട്ട് പ്രോട്ടീൻ വേണം. അപ്പൊ ആ പ്രോട്ടീൻ രാത്രി നമ്മളുടെ ഗാഢമായ ഉറക്കത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ആ പുതിയ കോശങ്ങൾ നിർമ്മിക്കാനായിട്ട് ആ പ്രോട്ടീൻ പ്രയോജനപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ, തലച്ചോറിന്റെ മെയിൻ്റെനൻസിന്, ഹൃദയത്തിന്റെ മെയിൻ്റെനൻസിന് കൊളസ്ട്രോൾ ആവശ്യമാണ്. അപ്പൊ ഗാഢമായ ഉറക്കം നമുക്ക് കിട്ടുമ്പോഴാണ് ആ കൊളസ്ട്രോൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മളെ തലച്ചോറിന്റെയും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പൊ ഗാഢമായ ഒരു ഉറക്കം നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിന്റെ റിപ്പയറിംഗ് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉപയോഗിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാൻ സാധിക്കുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഗാഢമായ ഉറക്കം കിട്ടുന്നുണ്ട്, ഉറക്കത്തിൽ നമ്മളുടെ ശരീരത്തിന്റെ മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഈ രീതിയിൽ ഒരു 41 ദിവസം പിന്നിടുമ്പോൾ പുതിയ കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുമ്പോൾ, ആരോഗ്യമുള്ള കോശങ്ങൾ റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു അനുകൂല സാഹചര്യം കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് അനുകൂല സാഹചര്യം കിട്ടുന്നത്? ഗാഢമായ ഉറക്കം കിട്ടുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ കൂടുതൽ ഓക്സിജൻ നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഉറക്കത്തിൽ ശരീരത്തിലെ മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പുതിയ കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുമ്പോൾ ആരോഗ്യമുള്ള കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുന്ന ഡിസോർഡർ ഓർഡർ ആയിട്ട് മാറുന്നു. ഏതാണ്ട് 220ഓളം അസുഖങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ് ആയുഷ് മന്ത്രാലയം അവകാശപ്പെടുന്നത്. ഇപ്പം മാഗ്നറ്റ് തെറാപ്പി എന്നുള്ളത് ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ഒരു ചികിത്സാ സമ്പ്രദായമാണ്. ഇവിടെ നമ്മളുടെ മാഗ്നറ്റിന്റെ ഒരു പ്രത്യേകത, നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റാണ് ഉപയോഗിക്കുന്നത്. ചികിത്സാ ഗന്ധങ്ങളുടെ രാജാവാണ് അത്. ഈ ബയോട്ടോറിയം സാഗർ ജോഷി സാർ ഉപയോഗിക്കുന്ന നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നാനോ ടെക്നോളജിയിൽ നിർമ്മിതമായ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത്രയേറെ റിസൾട്ട് കിട്ടുന്നത്. ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഏതാണ്ട് 25 ലക്ഷത്തോളം സംതൃപ്തരായ കസ്റ്റമേഴ്സ് ഇന്ത്യയിലുണ്ട്. ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാനായിട്ട് ഈ മാഗ്നറ്റ് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. 25 ലക്ഷത്തോളം സംതൃപ്തരായ കസ്റ്റമേഴ്സ്. അതിൽ 10,000 കണക്കിന് ടെസ്റ്റിമോണിയലിൽ യൂട്യൂബില് അവർക്ക് കിട്ടിയ റിസൾട്ട് പറയുന്നുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ സാധിക്കാത്ത അനവധി കാര്യങ്ങൾ ഈ 10,000 കണക്കിന് ടെസ്റ്റിമോണിയൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 6000-ഓളം ഡോക്ടേഴ്സ് ഇന്ത്യയിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 13ഓളം മുഖ്യമന്ത്രിമാര് ഇന്ത്യയിൽ ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ ഉന്നതന്മാർ ഓരോരുത്തരും തന്നെ അനവധി മെമ്പേഴ്സ് ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നുണ്ട്. കാരണം ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഇത് ഇവിടെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ മീറ്റിംഗിന്റെ ആരംഭഘട്ടത്തിൽ പറഞ്ഞതാണ്, നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവിടെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണം, നമുക്ക് അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാൻ സാധിക്കുന്ന, കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്ന, ഗാഢമായ ഉറക്കം കിട്ടുന്ന, ഉറക്കത്തിൽ നമ്മളുടെ ശരീരത്തിലെ മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നടത്താൻ സാധിക്കുന്ന ഒരു ഉപകരണം. ആ ഉപകരണമാണ് സുഹൃത്തുക്കളെ നമ്മളെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ മാട്രസും പില്ലോ പാഡും. ഇവിടെ നമ്മൾ ഓരോരുത്തരും വീടുകളിൽ എന്തുമാത്രം ഉപകരണങ്ങൾ നമ്മൾ മേടിക്കുന്നുണ്ട്, എന്തുമാത്രം ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ലക്ഷങ്ങൾ വില വരുന്ന ഉൽപ്പന്നങ്ങൾ വരെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. കാറുണ്ട്, 2 വീലർ ഉണ്ട്, TV ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, മിക്സി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇതൊക്കെ ഇല്ലാത്ത വീടുകൾ എവിടെയാ ഉള്ളത്? എന്തുമാത്രം പണമായി ഇതിന് നമ്മൾ ചെലവായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്? ഒരിക്കലും നമുക്ക് രോഗം വരാതിരിക്കുന്ന, നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുന്ന, പുതിയ കോശങ്ങൾ, ആരോഗ്യമുള്ള കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? അതും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണം. ആ ഉൽപ്പന്നമാണ് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ മാട്രസും പില്ലോ പാഡും. ഇവിടെ ഈ 2 ഉൽപ്പന്നങ്ങൾ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, ഗാഢമായ ഉറക്കം കിട്ടുന്നുണ്ട്, നമ്മളെ ശരീരത്തിലെ മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്,
ആരോഗ്യമുള്ള കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഓർഡർ ആയിട്ട് മാറുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ് 5 കാര്യങ്ങളാണ് നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടത്. എന്തൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ? പ്രാണവായു വേണം, ജീവജലം വേണം, പോഷകാഹാരം വേണം, എർത്ത് എലമെന്റ്സ് വേണം. അപ്പൊ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉപയോഗിക്കുമ്പോൾ 4 കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സൂര്യപ്രകാശം ഒഴിച്ചുള്ള 4 കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സൂര്യപ്രകാശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം, രാവിലെ 4 മണി തുടങ്ങി 5 മണി വരെയുള്ള സൂര്യപ്രകാശത്തിന് ബ്രഹ്മമുഹൂർത്തം എന്ന് നമ്മൾ പറയാറുണ്ട്. ആ സൂര്യപ്രകാശം ആരോഗ്യത്തിന് വളരെയേറെ ഗുണകരമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇന്ന് നമ്മുടെ ശരീരത്തിൽ ആ സൂര്യപ്രകാശം കിട്ടുന്നില്ല. കാരണം എല്ലാവരും തന്നെ രാവിലെ ഉറക്കം ഉണരുന്നത് ഏതാണ്ട് 7 മണിക്ക് ശേഷമാണ്. ജനലും വാതിലും എല്ലാം അടച്ചു മൂടി കർട്ടൻ ഇട്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ സൂര്യപ്രകാശം നമ്മളെ മുറിയിലേക്ക് കിട്ടുന്നില്ല. ആ സൂര്യപ്രകാശം നമ്മളെ ശരീരത്തിൽ പതിയുന്നില്ല. ഇനി വൈറ്റമിൻ ഡി, നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻ ഡി നമ്മളെ ശരീരം ആഗിരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം നമ്മളെ ശരീരത്തിൽ കിട്ടണം. രാവിലെ 10 മണി തുടങ്ങി 3 മണി വരെയുള്ള സൂര്യപ്രകാശം ഒരു 10 മിനിറ്റ് സമയമെങ്കിലും നമ്മളെ ശരീരത്തിൽ കിട്ടിയാൽ മാത്രമേ വൈറ്റമിൻ ഡി നമ്മളെ ശരീരം ആഗിരണം ചെയ്ത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്താൻ സാധിക്കുള്ളൂ. ഓരോ സമയത്ത് സൂര്യപ്രകാശങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. ഇനി വൈകുന്നേരം 5 മണിക്ക് ശേഷമുള്ള സൂര്യപ്രകാശമാണ് എങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത നമ്മളുടെ ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഓരോ സമയത്തുള്ള സൂര്യപ്രകാശത്തിന് ഓരോ പ്രത്യേകതയുണ്ട്. സൂര്യപ്രകാശം ഒഴിച്ചുള്ള ബാക്കിയുള്ള 4 കാര്യങ്ങളും നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കാരണം എർത്ത് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് പവർ കിട്ടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. ഇനി അതിലൊരു കാര്യം വേണ്ടത് ജീവജലമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സാഗർ ജോഷി സാറ് നമുക്ക് ഒരു വാട്ടർ എനർജി പാഡ് തന്നിട്ടുള്ളത്. ഒരു 40 നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് നാനോ ടെക്നോളജി, നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ളത്, വളരെ ശാസ്ത്രീയമായിട്ട് പിടിപ്പിച്ചിട്ടുള്ളത്. അതൊരു ചില്ല് കുപ്പിയുടെ പുറത്ത് റാപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പൊ മാഗ്നറ്റിനെ സംബന്ധിച്ച് വൈദ്യുതി പോലെയല്ല. വൈദ്യുതി ഗ്ലാസിലൂടെ കടന്നു പോകില്ല, മരത്തിലൂടെ കടന്നു പോകില്ല, തുണിയിലൂടെ കടന്നു പോകില്ല, കടലാസിലൂടെ കടന്നു പോകില്ല. പക്ഷെ മാഗ്നറ്റിക് എനർജി ഈ പറയുന്ന കാര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ഒരു ചില്ല് കുപ്പിയുടെ പുറത്ത് 40 നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉള്ള ഒരു വാട്ടർ എനർജി പാഡ് ചുറ്റു വെക്കുമ്പോൾ ഈ നെഗറ്റീവ് പോസിറ്റീവായ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ എനർജി ഈ ഗ്ലാസിലൂടെ വെള്ളത്തിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. വെള്ളത്തിന് മാഗ്നറ്റിക് എനർജി കിട്ടുന്നുണ്ട്. വെള്ളത്തിന് മാഗ്നറ്റിക് പവർ വഹിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇപ്പൊ ജീവജലം എന്ന് പ്രകൃതിയിൽ ജീവജലം ഉണ്ട്. പ്രകൃതിയിലുള്ള ജീവജലം നമുക്ക് കിട്ടുന്നത് നമുക്ക് കളകളാരവത്തിലൂടെ ഒഴുകുന്ന നദിയിൽ നിന്നാണ് കിട്ടുന്നത്. കാരണം ഭൂമിയുടെ അടിത്തട്ടിലൂടെ ഒഴുകുമ്പോൾ ഭൂമിയിലുള്ള മാഗ്നറ്റിക് പവർ ആ വെള്ളത്തിൽ കിട്ടുന്നുണ്ട്. കളകളാരവത്തിലൂടെ ഒഴുകുമ്പോൾ ആ വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ട്. അതിനാണ് ജീവജലം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എല്ലാം തന്നെ പ്രോസസ് ചെയ്യുന്ന വെള്ളമാണ്. അവിടെ മോട്ടറിലൂടെ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്, ഇരുമ്പ് പൈപ്പിലൂടെ വെള്ളം കടന്നു പോകുന്നുണ്ട്. വെള്ളത്തിലുള്ള മാഗ്നറ്റിക് എനർജി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. വെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ട്. വെള്ളത്തിന്റെ കണികൾക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ ആ സ്വതന്ത്രമായിട്ട് വെള്ളത്തിന്റെ കണികൾക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് മാഗ്നറ്റിക് എനർജി വേണം. എങ്കിൽ മാത്രമേ വെള്ളത്തിന്റെ കണികൾക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ വെള്ളത്തിന്റെ മാഗ്നറ്റിക് പവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ വെള്ളത്തിന്റെ കണികൾ കൂട്ടം ചേർന്ന് മാത്രമേ നിൽക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ വെള്ളത്തിന്റെ കനം കൂടാറുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ സോപ്പ് പതയണം. കനം കൂടിയ വെള്ളത്തിൽ സോപ്പ് പതയില്ല. ഇന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് കനം വളരെ കൂടുതലാണ്. കാരണം ആ വെള്ളത്തിന്റെ മാഗ്നറ്റിക് എനർജി നഷ്ടപ്പെട്ട വെള്ളമാണ്. അപ്പൊ കനം കൂടിയ വെള്ളം ഒരിക്കലും നമ്മളെ കോശങ്ങളുടെ അകത്തേക്ക് കയറില്ല. നമ്മളെ കോശം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമാണ്. ആ കോശങ്ങളെക്കാൾ ചെറിയ കണികളുള്ള വെള്ളം മാത്രമേ നമ്മളുടെ ശരീരത്തിലുള്ള കോടാനുകോടി കോശങ്ങൾ ആഗിരണം ചെയ്യുള്ളൂ. നമ്മളുടെ കോശങ്ങളുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ജീവജലം ആവശ്യമാണ്. നമ്മളുടെ ശരീരത്തിൽ ടോക്സിൻ റിമൂവ് ചെയ്യാനായിട്ട് ജീവജലം ആവശ്യമാണ്. ബ്രെയിനിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് ജീവജലം ആവശ്യമാണ്. നമ്മളുടെ ശരീരത്തിൽ 70% ജലമാണ്. നമ്മളെ രക്തത്തിൽ 90% ജലമാണ്. അപ്പൊ ജലത്തിന്റെ പ്രാധാന്യം എന്തുമാത്രം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. നിർഭാഗ്യവശാൽ ഇന്ന് ജീവജലം കുടിക്കാനുള്ള അവസരം നമുക്ക് കിട്ടുന്നില്ല. ഇന്ന് നമ്മൾ കുടിക്കുന്ന എല്ലാ വെള്ളത്തിനും കനം കൂടുതലാണ്. മാത്രമല്ല വെള്ളം അസിഡിക്കാണ്, വെള്ളം ആൽക്കലി അല്ല. അപ്പൊ വെള്ളത്തിനൊരു സ്വഭാവം
വെള്ളം ആൽക്കലിലായിരിക്കണം. വെള്ളം ആൽക്കലിലാണ്. പ്രകൃതിയുടെ ഒരു പ്രത്യേകത, വെള്ളമാണെങ്കിലും രക്തമാണെങ്കിലും മണ്ണാണെങ്കിലും ഇത് മൂന്നും ആൽക്കലിനാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളം എല്ലാം തന്നെ അസിഡിക്കാണ്. അത് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വെള്ളത്തിന് കനം വളരെ കൂടുതലാണ്. ഈ 40 നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റുള്ള വാട്ടർ എനർജി പാഡ് ചുറ്റുവെക്കുന്ന വെള്ളത്തിന് അത് ജീവജലമായിട്ട് മാറുന്നുണ്ട്. അത് മാഗ്നറ്റിക് വാട്ടർ ആയിട്ട് മാറുന്നുണ്ട്. അതിന് സാന്ദ്രത വളരെ കുറവാണ്. ആ വെള്ളം നമ്മളുടെ ശരീരത്തിലുള്ള കോടാനുകോടി കോശങ്ങൾ ആഗിരണം ചെയ്യുന്നുണ്ട്. കോശങ്ങളിലെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോശങ്ങൾക്കുള്ളിലുള്ള ടോക്സിൻ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് കോശങ്ങൾക്കുള്ളിൽ ടോക്സിൻ വരുന്നത്? നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം നമ്മളെ കോശങ്ങൾ ഡാമേജ് ആകുമ്പോഴാണ്. എങ്ങനെയാണ് കോശങ്ങൾ ഡാമേജ് ആകുന്നത്? കോശങ്ങളിൽ ടോക്സിൻ വരുന്നുണ്ട്. കോശങ്ങൾക്ക് മാഗ്നറ്റിക് പവർ കിട്ടുന്നില്ല, നമുക്കറിയാവുന്നതാണ്. അപ്പൊ കോശങ്ങൾക്ക് മാഗ്നറ്റിക് പവർ കിട്ടുന്നുണ്ട്. കോശങ്ങളുടെ ഉള്ളിൽ കോശങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ജീവജലം കിട്ടുന്നുണ്ട്. കോശങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കോശങ്ങൾക്ക് ഉള്ളിലുള്ള ടോക്സിൻ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എനർജി ഉൽപ്പാദിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ടോക്സിൻ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ടോക്സിൻ ഉണ്ട്, കുടിക്കുന്ന വെള്ളത്തിൽ ടോക്സിൻ ഉണ്ട്, കഴിക്കുന്ന മരുന്നുകളിൽ ടോക്സിൻ ഉണ്ട്, കഴിക്കുന്ന ആഹാരത്തിൽ ടോക്സിൻ ഉണ്ട്. അങ്ങനെ ഏതെല്ലാം രീതിയിൽ ടോക്സിൻ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കുളിക്കുന്നുണ്ട്, നല്ല വില കൂടിയ സോപ്പിട്ട് കുളിക്കുന്നുണ്ട്. അത് വില കൂടിയ എണ്ണയും തൈലങ്ങൾ പുരട്ടിയാണ് നമ്മൾ കുളിക്കുന്നത്. നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുറമേയുള്ള അഴുക്കിനെ കഴുകി കളയുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാ? മോശം പോകുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സ്മെല്ലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുമാത്രം ടോക്സിൻ നമ്മുടെ ശരീരത്തിലുള്ളത് ഇത് നമുക്ക് അറിയാം. ഈ ടോക്സിൻ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പണ്ട് കാലങ്ങളിൽ വയറിളക്കുന്ന ഒരു കാര്യം ചെയ്യുമായിരുന്നു. ഇന്ന് അതുപോലും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഈ വെള്ളം കുടിക്കുമ്പോൾ ആമാശയത്തിലെ ടോക്സിൻ മാത്രമല്ല നമ്മൾ പോകുന്നത്, ഓരോ ഓർഗൻ പാർട്സിലെ ടോക്സിൻ മാത്രമല്ല പോകുന്നത്, ഓരോ ഓർഗൻ പാർട്സ് നിർമ്മിച്ചിട്ടുള്ളത് സെല്ലുകൾ കൊണ്ടാണെങ്കിൽ ഓരോ കോശങ്ങൾക്കുള്ളിലുള്ള ടോക്സിൻ റിമൂവ് ചെയ്യാനായിട്ട് ഈ മാഗ്നറ്റിക് വാട്ടറിന് കഴിവുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മാഗ്നറ്റിക് വാട്ടർ കുടിക്കുമ്പോൾ ഈ വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് വളരെ കൂടുതലാണ്. നമ്മളെ ബ്ലഡിന്റെ ആൽക്കലൈൻ സ്വഭാവത്തിന് നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ബ്ലഡിന്റെ pH കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളം നമുക്കറിയാം ഹൈഡ്രോക്സിജൻ ആണ്. വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ട്. നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിൽ മാഗ്നറ്റിക് പവർ ഉണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള 4 ഗ്രാം അയൺ കണ്ടന്റിന് മാഗ്നറ്റിക് പവർ വരുന്നുണ്ട്. ഈ 4 ഗ്രാം അയൺ കണ്ടന്റിന് മാഗ്നറ്റിക് പവർ വരുമ്പോൾ കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാനുള്ള നമ്മുടെ ശരീരത്തിന്റെ കഴിവ് കൂടും. അപ്പൊ ഈ മാഗ്നറ്റിക് വാട്ടറിലുള്ള കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോൾ ശരീരത്തിൽ ഓക്സിജൻ റിച്ച് ആകുന്നുണ്ട്. കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നുണ്ട്. കോശങ്ങളുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിലുള്ള ജീവജലം കിട്ടുന്നുണ്ട്. കോശങ്ങൾക്കുള്ളിലുള്ള ടോക്സിൻ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വെള്ളത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞത് 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം. അതും ജീവജലമാണ് നമ്മൾ കുടിക്കേണ്ടത്. ഇന്ന് നമ്മൾ സാധാരണ കുടിക്കുന്ന തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന ഡ്രിങ്കിങ് വാട്ടർ എല്ലാം തന്നെ അസിഡിക്കാണ്. ആ വെള്ളത്തിന് കനം കൂടുതലാണ്. ഗുണത്തിന് പകരം ആ വെള്ളം എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ആ വെള്ളം അസിഡിക്കാണ്, നമ്മുടെ ശരീരത്തിന് അസിഡിക് ആക്കുന്നുണ്ട്. ആ വെള്ളം കോശങ്ങളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നില്ല. അത് ബ്ലാഡറിൽ വന്ന് യൂറിനായിട്ട് പുറത്തേക്ക് പോകണേണ്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ കുടിക്കേണ്ട വെള്ളം എന്ന് പറഞ്ഞാൽ ഈ ജീവജലമാണ്, ഈ മാഗ്നറ്റിക് വാട്ടറാണ്. അപ്പൊ ജീവജലം നമുക്ക് കിട്ടുന്നുണ്ട്, പ്രാണവായു കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങൾ ആഗിരണം ചെയ്യാനായിട്ട് ഈ ജീവജലം നമ്മളെ കൂടുതൽ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ആമാശയത്തിന് ഒരു എനർജി വരുമ്പോൾ, ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങളെ പരമാവധി ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മളുടെ ഇപ്പൊ സ്വാഭാവികമായിട്ടും പലരുടെയും ആമാശയത്തിന്റെ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കുറവാണ്. അതുകൊണ്ട് തന്നെ എത്ര വില കൂടിയ ആഹാരം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും അത് നേരെ ക്ലോസറ്റിലേക്കാണ് പോകുന്നത്. നമ്മളെ കോശങ്ങളിൽ ആഗിരണം ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടുന്നില്ല. പക്ഷെ നമ്മളെ ശരീരത്തിന്റെ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കൂടുമ്പോൾ, ആമാശയത്തിന്റെ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കൂടുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങൾ ആഗിരണം ചെയ്യാനായിട്ട് നമ്മൾ ആമാശയത്തിന് സാധിക്കുന്നുണ്ട്. മറ്റൊരു ഗുണം, നമ്മൾ കഴിക്കുന്ന ഈ മാഗ്നറ്റിക് വാട്ടറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിലുള്ള കോടാനുകോടി
ബാക്ടീരിയ, നല്ല ബാക്ടീരിയയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ മോര് കൂട്ടി ഊണ് കഴിക്കും. ഈ മോര് കൂട്ടി ഊണ് കഴിക്കാനായിട്ട് കാരണവന്മാര് പറയുന്നത് ഇതിനു വേണ്ടിയാണ്. നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാം വേണ്ടിയാണ്. പഴമക്കാര് പഴഞ്ചോറ് കഴിക്കുമായിരുന്നു. പഴഞ്ചോറ് എന്ന് പറഞ്ഞാൽ ഒരു ദിവ്യമായ ഔഷധ മൂല്യമുള്ള ഒരു ആഹാരമാണ്. കാരണം അതില് നല്ല ബാക്ടീരിയ ഉണ്ട്. ആ നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം വർദ്ധിക്കുന്നുണ്ട്. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങള് ചെറുകുടലിൽ വെച്ച് ശരീരം ആഗിരണം ചെയ്യാനായിട്ട് ഈ ബാക്ടീരിയ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കുടിക്കുന്ന ജീവജലം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങൾ ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 5 എലിമെന്റ്സ് വേണം. എന്തൊക്കെയാണ് 5 എലിമെന്റ്സ്? പ്രാണവായു വേണം, ജീവജലം വേണം, പോഷകാഹാരം വേണം, സൂര്യപ്രകാശം വേണം, എർത്ത് എലിമെന്റ്സ് വേണം. പക്ഷെ നമ്മൾ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കിട്ടുന്നുണ്ട്? പ്രാണവായു കിട്ടുന്നുണ്ട്, ജീവജലം കിട്ടുന്നുണ്ട്, കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം സോറി ഒരു കോള് വന്ന് കേൾക്കാലോ അല്ലേ? അപ്പൊ നമുക്ക് വേണ്ടത് 5 എലിമെന്റ്സ് ആണെങ്കിൽ നമുക്ക് 4 സൂര്യപ്രകാശം ഒഴിച്ചുള്ള ബാക്കിയുള്ള 4 കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നു. വേറെ ഒരു ഉൽപ്പന്നവും ഈ 4 കാര്യങ്ങൾ നമുക്ക് തരുന്നില്ല. അതുകൊണ്ടാണ് എത്ര മാരകമായ ആരോഗ്യ പ്രശ്നമുള്ള ബിസിനസ് സംബന്ധിച്ചോളം അവരുടെ ഡിസോർഡർ ഓർഡർ ആക്കാൻ സാധിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ ഒറ്റ കാരണമാണ്. ഇനി നമുക്ക് തന്നിട്ടുള്ള മറ്റൊരു ഉൽപ്പന്നം റിസ്റ്റ് ബാൻഡാണ്. എന്താ ഈ റിസ്റ്റ് ബാൻഡിന്റെ ഗുണം? ഇപ്പൊ നമ്മൾ പ്രൊഫസർ വിവേകാനന്ദൻ പറയുന്നുണ്ട്, ഒരു ദിവസം ഒരു 3-4 മണിക്കൂർ മണ്ണിലോ പുല്ലിലോ ചെളിയിലോ ചവിട്ടി നമ്മൾ നടക്കണമെങ്കിൽ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ എർത്ത് എലിമെന്റ്സ് കിട്ടുന്നുണ്ട്, ബയോ ഇലക്ട്രോൺ മാഗ്നറ്റ് പവർ കിട്ടുന്നുണ്ട്, മാഗ്നറ്റ് പവർ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ശരിയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ നമ്മൾ കടൽക്കരയിലും മറ്റുമൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ നഗ്നപാതനായിട്ട് ആ കടലിൽ ചവിട്ടി, ആ കടൽ വെള്ളത്തിൽ ചവിട്ടി, ആ മണ്ണിൽ ചവിട്ടി നടക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മളെ ശരീരത്തിന്റെ മനസ്സിന്റെ ടെൻഷൻ എല്ലാം മാറുന്നുണ്ട്, ശരീരത്തിന്റെ ഊർജ്ജസ്വലത കൂടുന്നുണ്ട്, ശരീരത്തിന് ആരോഗ്യം കൂടുന്നുണ്ട്. നമ്മൾ പോയ പോലെ അല്ല തിരിച്ചു വരുന്നത്. വെള്ളച്ചാട്ടത്തിന് അടുത്ത് നമ്മൾ നിൽക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് നമുക്കുള്ളത്. കാരണം നമുക്ക് അവിടെ നിന്ന് ഈ ഒരു മാഗ്നറ്റിക് എനർജി നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട്, ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റ് പവർ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ കടൽക്കരയിൽ പോയി നിൽക്കുന്നതാണ്, വെള്ളച്ചാട്ടത്തിൽ പോയി നിൽക്കുന്നതാണ്. പക്ഷെ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടുന്ന് പോരുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എന്താ ഒരു ഫോൺ കോൾ വന്നാലൊരു പ്രത്യേകത? ഫോൺ കോൾ വന്നു കഴിയുമ്പോൾ നമ്മള് ആ ഫോൺ കോളിൽ നമുക്ക് അതുകൊണ്ട് ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. ആ ഒരു ഫോൺ കോളുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള എനർജി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, എനർജി ലെവൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ റെസ്റ്റ് ബാൻഡ് ഉപയോഗിക്കുമ്പോൾ, നമ്മൾ പകല് സമയങ്ങളിൽ മുഴുവൻ റെസ്റ്റ് ബാൻഡ് ഉപയോഗിക്കുമ്പോൾ, നമ്മൾ റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ പൾസ് പോയിന്റ് ആണത്. ഹൃദയമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാൻ സാധിക്കുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ നിന്നും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ നിന്നും വരുന്ന റേഡിയേഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. റേഡിയേഷൻ നമ്മളെ വീട്ടിൽ വൈഫൈ ഉണ്ട്, മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ടവറിൽ നിന്നുള്ള റേഡിയേഷൻ വരുന്നുണ്ട്, ഓസോൺ പാളികൾക്ക് വിള്ളൽ വീണിട്ടുള്ള റേഡിയേഷൻ നമുക്കുണ്ട്, കരിമഴയിൽ നമ്മുടെ ശരീരത്തിലേക്ക് റേഡിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഈ റേഡിയേഷൻ എന്നുള്ളത് നമ്മളെ എനർജി ലെവൽ ഇല്ലാതെയായി പോകുന്നുണ്ട്. നമ്മളുടെ കോശങ്ങൾക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. റേഡിയേഷൻ ഒരുപാട് ദോഷഫലങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. റേഡിയേഷനെ അതിജീവിക്കാനായിട്ട് ഇന്ന് വരെ ഒരു മരുന്നും ഒരു വൈദ്യശാസ്ത്രവും കണ്ടെത്തിയിട്ടില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഉൽപ്പന്നം, ഈ റിസ്റ്റ് ബാൻഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന റേഡിയേഷനെ അതിജീവിക്കാൻ സാധിക്കുന്നുണ്ട്, ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാൻ സാധിക്കുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരിക്കലും ടയേർഡ് ആകുന്നില്ല. അപ്പൊ ഇവിടെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഈ ബയോട്ടോറിയത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള സാഗർ ജോഷി സാറ് ഈ 4 ഉൽപ്പന്നങ്ങളും രൂപകൽപ്പന ചെയ്തത്.
6 അടി നീളം വരുന്ന 3 അടി വീതി വരുന്ന ഒരു മാട്രസ്, 20 നിയോഡൈമിയം മെഡിക്കൽ മാറ്റുള്ള നമ്മളുടെ പില്ലോ കവറിന്റെ ഉള്ളിൽ വെക്കാവുന്ന ഒരു പില്ലോ പാഡ്. നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഗാഢമായ ഉറക്കം കിട്ടുന്നുണ്ട്, ഉറക്കത്തിൽ നമ്മുടെ ശരീരത്തിന്റെ റിപ്പയറിങ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. 41 ദിവസം റെഗുലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പുതിയ കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുമ്പോൾ ആരോഗ്യമുള്ള കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. 120 ദിവസം നമ്മൾ റെഗുലർ ആയിട്ട് ഇപ്പോൾ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ നമ്മളെ ബ്ലഡ് സെൽസ് റീജനറേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് സെൽസ് റീജനറേറ്റ് ചെയ്യാനായിട്ട് 120 ദിവസം വേണം. അപ്പൊ 120 ദിവസം കഴിയുമ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് മാറുന്നുണ്ട്. ഈ നിയോഡൈമിയം മെഡിക്കൽ മാനറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ 120 ദിവസം കഴിയുമ്പോൾ നമ്മളൊരു പുതിയ ആരോഗ്യമുള്ള മനുഷ്യനായിട്ട് നമ്മൾ മാറുന്നു. ഇതാണ് ഈ 4 ഉൽപ്പന്നങ്ങളുടെ ഗുണം. ഇനി റിസ്റ്റ് ബാൻഡ് 2 രീതിയിൽ തരുന്നുണ്ട്. നമുക്ക് ഒരു സിലിക്കോൺ റെസ്റ്റ് ബാൻഡ് ഉണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ലെതറിന്റെ റെസ്റ്റ് ബാൻഡ് ഉണ്ട്, അതിലൊരു ടൈൽ ഉണ്ട്, കുറച്ചും കൂടി നീളമുണ്ട്. ഇപ്പൊ മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തലയിൽ ചുറ്റിവെക്കാൻ സാധിക്കുന്നുണ്ട്. തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കഴുത്തേൽ ചുറ്റിവെക്കാൻ സാധിക്കുന്നുണ്ട്. മുട്ടിന് നീർക്കെട്ട് വരുമ്പോൾ നമുക്ക് കാൽമുട്ടിൽ ചുറ്റിവെക്കാൻ വരുന്നുണ്ട്. എവിടെയൊക്കെ വേദനകളും നീർക്കെട്ടുകളും ഉണ്ടോ അവിടെ എല്ലാം ചുറ്റിവെച്ചുകൊണ്ട് വേദന പെട്ടെന്ന് തന്നെ നമുക്ക് വേദനയെ ശമിപ്പിക്കാനും ആ ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാനും സാധിക്കും. ഇതാണ് നമ്മളുടെ ഈ നിയോഡൈമിയം മെഡിക്കൽ മാനറ്റിന്റെ ഉൽപ്പന്നങ്ങൾ. ഇനി അതോടൊപ്പം തന്നെ കമ്പനി നമുക്ക് തന്നിട്ടുള്ള മറ്റു ചില ഉൽപ്പന്നങ്ങൾ കൂടി ഉണ്ട്. നമ്മളെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ചില ഉൽപ്പന്നങ്ങളും കൂടി ഉണ്ട്. അതില് ഒന്നൊരു ആൾട്രാ ബെറി ആണ്. ഈ ആൾട്രാ ബെറിയെ സംബന്ധിച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആൾട്രാ ബെറിയിൽ ഏതാണ്ട് 19 ചേരുവകളുണ്ട്. അതിന്റെ എല്ലാം എക്സ്ട്രാക്റ്റ് എടുത്തിട്ടുള്ളത്. ബെറി തന്നെ 4 രീതിയിലുള്ളുണ്ട്. ബ്ലൂബെറി ഉണ്ട്, എൽഡൻബെറി ഉണ്ട്, ക്രാൻബെറി ഉണ്ട്, കിവി ഗ്രീൻ ആപ്പിൾ ഉണ്ട്, അശ്വഗന്ധ ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, അലോവര ഉണ്ട്, സഫേദ് മുസ്ലിം ഉണ്ട്, മുന്തിരിവിത്ത് ഉണ്ട്, ഞാവൽപ്പഴം ഉണ്ട്, മുളപ്പിച്ച ഗോതമ്പ് ഉണ്ട്, നോനിപ്പഴം ഉണ്ട്, ഗ്രീൻ ടീ ഉണ്ട്, കറുവപ്പട്ട ഉണ്ട്. അങ്ങനെയുള്ള ഏതാണ്ട് 19 ചേരുവകൾ ചേരുന്നുണ്ട്. ഇതിനെല്ലാം എക്സ്ട്രാ എടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്തിലെ ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ നമുക്ക് വിറ്റാമിനുകളും മിനറൽസിന് സമ്പുഷ്ടമാണ്. നമ്മളുടെ ശരീരത്തിലെ ടോക്സിനെ പുറന്തള്ളുന്നുണ്ട്, ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കുന്നുണ്ട്, ഏറ്റവും നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ക്യാൻസറിനെ നശിപ്പിക്കുന്നുണ്ട്, ക്യാൻസർ സെല്ല് ഒരു കാരണവശാലും വളരില്ല. ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട്, ഒരു കാരണവശാലും ഹാർട്ട് അറ്റാക്ക് വരില്ല. ഹൃദ്രോഗികൾക്ക് ഇതെല്ലാം തന്നെ ഉത്തമമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ബ്രെയിനിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്, ന്യൂറോളജിക്കൽ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. ധാരാളം ക്രോമിയം ആൾട്രാബെറിയിൽ അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നുണ്ട്, പൊണ്ണത്തടി കുറക്കുന്നുണ്ട്, പിന്നെ ഫൈബറും ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുണ്ട്. മെറ്റബോളിസത്തെ കൂടുതൽ സഹായിക്കുന്നുണ്ട്, അമിതമായ കൊഴുപ്പിനെ ബാൻ ചെയ്ത് ഊർജ്ജമാക്കുന്നുണ്ട്, ദഹനത്തിനെ സഹായിക്കുന്നുണ്ട്. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തൈറോയ്ഡ് 100% റിസൾട്ട് കിട്ടുന്നുണ്ട്. തൈറോയിഡിന് 100% റിസൾട്ട് കിട്ടുന്നുണ്ട്. അസിഡിറ്റി ഇല്ലാതാക്കുന്നുണ്ട്, ഡൈജഷൻ കറക്റ്റ് ആകുന്നുണ്ട്, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, കിഡ്നിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ആൾട്രാ ബെറിയുടെ ഗുണങ്ങളാണ്. ഇന്ന് നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ സാധിക്കുന്നില്ല. ഫ്രൂട്ട്സിലെല്ലാം തന്നെ മാരകമായ വിഷങ്ങളുണ്ട്. പക്ഷെ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായത് ഫ്രൂട്ട്സ് ആണ്. ഇവിടെ വളരെ അപൂർവമായ ഏതാണ്ട് 19 ചേരുവകളുടെ എക്സ്ട്രാക്റ്റ് ആണ് നമുക്ക് ആൾട്രാ ബെറി ആയിട്ട് കമ്പനി തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു ഉൽപ്പന്നമുണ്ട്. ആ ഉൽപ്പന്നം മോർ പവർ ആണ്. മോർ പവർ എന്ന് പറഞ്ഞാല് ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ നമുക്ക് കിട്ടുന്നത്. ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ, അതാണ് ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. മനുഷ്യരായ നമുക്കൊരു സൂപ്പർമാൻ പവർ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ രജനീകാന്തിന്റെ ഒക്കെ സിനിമകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം അതാണ്. അതുപോലെ സൂപ്പർമാനൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം അതാണ്, ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ. ഇപ്പൊ മോർ പവർ കഴിക്കുമ്പോൾ നമുക്ക് ഒരു അധിക ശക്തി കിട്ടുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഏതാണ്ട് 44 അപൂർവമായ ഔഷധ ചേരുകളുടെ എക്സ്ട്രാക്ട് എടുത്തിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ നിർമ്മാണ രീതി തന്നെ നാനോ ടെക്നോളജി, ബയോ ടെക്നോളജി, ഫൈറ്റോ സയൻസ് എന്നീ ശാസ്ത്രീയ ടെക്നോളജിയിൽ അധിഷ്ഠിതമായി നിർമ്മിച്ചിട്ടുള്ളതാണ്. 44 ഔഷധ സസ്യങ്ങൾ, അപൂർവമായ ഔഷധ സസ്യങ്ങൾ കൊണ്ട് അതിന്റെ എക്സ്ട്രാക്ട് എടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ സത്ത്, ഗുണം, ജീവൻ എന്നൊക്കെ പറയുന്നുണ്ട്. ആയുർവേദ, യുനാനി, സിദ്ധ, ഹെർബൽ ചേരുവകൾ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തതാണ് മോർ പവർ.
ശരീരത്തിലെ 11 വ്യവസ്ഥകളെ ക്രമീകരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് 11 വ്യവസ്ഥകള്? ആദ്യം പറഞ്ഞ ബ്ലഡ് സർക്കുലേഷനെ ക്രമീകരിക്കുന്നുണ്ട്, ദഹന വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്. മോർ പവർ കഴിക്കുന്ന മെമ്പേഴ്സ് ആദ്യ ദിവസം തന്നെ പറയുന്ന റിസൾട്ട് അവർക്ക് നല്ല രീതിയിൽ ആമാശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നുണ്ട്, പൈൽസിന് പരിഹാരം കിട്ടുന്നുണ്ട്. എന്നാൽ ആദ്യ ദിവസം കഴിക്കുന്ന എല്ലാ മെമ്പേഴ്സും അഭിമാനത്തോട് പറയുന്ന കാര്യങ്ങളാണ്. ആന്തരിക വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, ബാഹ്യകേന്ദ്ര ഗ്രന്ഥി വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, പ്രതിരോധ വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, പേശി വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, അസ്ഥികൂട വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, നാഡീവ്യൂഹ വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, മൂത്രാശയ വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, പുനരുത്പാദന വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, ശ്വാസകോശ വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള 11 വ്യവസ്ഥകളെ ക്രമീകരിക്കാനായിട്ട് മോർ പവറിന് സാധിക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു 2 ഗ്രാം കഴിച്ചാൽ മതി. 5 ഗ്രാം കഴിക്കാനാണ് കമ്പനി പറയുന്നത്, 2 ഗ്രാം കഴിച്ചാൽ മതി. കാരണം നാനോ ടെക്നോളജി ആയതുകൊണ്ട് 100 മടങ്ങ് ഗുണം കിട്ടുന്നുണ്ട്. 2 ഗ്രാം കഴിക്കുമ്പോൾ 200 ഗ്രാമിന്റെ പ്രയോജനം കിട്ടുന്നുണ്ട്. അതാണ് 2 ഗ്രാം കഴിച്ചാൽ മതി എന്ന് പറയുന്നത്. വെള്ളം നന്നായിട്ട് കുടിക്കണം. അങ്ങനെ വെള്ളം കുടിച്ചാൽ മാത്രമേ അതും മാഗ്നറ്റിക് വാട്ടർ കുടിക്കുകയാണെങ്കിൽ വളരെയേറെ ഗുണം കിട്ടുന്നുണ്ട്. റിസൾട്ട് വളരെയേറെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന അപൂർവമായ ചേരുവകൾ ജിൻസിങ് ഉണ്ട്, റോയൽ ജെല്ലി ഉണ്ട്, അകക്കാരുണ്ട്, ബ്രഹ്മൻ സൂർക്ക, കുറുന്തോട്ടി, കറുവപ്പട്ട, ഏലക്ക, മജിക് നിറം, ഞെരിഞ്ഞെലി, കൊടകപ്പാല, നായ്ക്കരണ, പലാശ്, പർപ്പിൾ ഓർക്കിഡ്, സ്വീറ്റ് ബദാം, ഈന്തപ്പഴം, നാളികേരം. നാളികേരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ആൽക്കലിൻ സ്വഭാവം നിലനിർത്താനായിട്ട് നാളികേരത്തിന് സാധിക്കുന്നു. അതാണ് ഈ നൊയമ്പ് സമയത്തൊക്കെ തേങ്ങാപ്പാലൊക്കെ ഉപയോഗിക്കുന്നതിന്റെ കാരണം. അതാണ് തേങ്ങാപ്പാൽ കൂടുതലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആൽക്കലിൻ സ്വഭാവം, നമ്മുടെ ശരീരം ആൽക്കലിനാണ്, ആൽക്കലിൻ സ്വഭാവം നിലനിർത്താനായിട്ട്, നമ്മുടെ ബ്ലഡിന്റെ pH കറക്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശരീരത്തിൽ pH ഉള്ളത് നമ്മളെ പാൻക്രിയാസിനാണ്, 8.3 ആണ്. അപ്പൊ ശരീരത്തിന്റെ pH കറക്റ്റ് ചെയ്യാനായിട്ട് നാളികേരത്തിന് സാധിക്കുന്നുണ്ട്. മാസ്റ്റ് ഉണ്ട്, സിമൽ മുസ്ലി, സഫൈദ് മുസ്ലി, സിയ മുസ്ലി, കരിമ്പ്, സുരഞ്ജൻ, സലാം പച്ച, താൽമഖാന, വാർധനപുര. കാരണം ഇതിന്റെ പേര് ഈ രീതിയിലായത് പല ഉൽപ്പന്നങ്ങളും ലോകത്തിന്റെ നാനാഭാഗത്ത് എടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് ഈ രീതിയിൽ വരുന്നത്. ഷിറിൻ, ജിഞ്ചർ എന്ന് പറഞ്ഞാല് നമ്മൾ ഇഞ്ചി തന്നെയാണ്. സഫറോൺ, ഹണി, ജിലോയ്, സാത്തവർ, ത്രിവേങ് പൗഡർ, ബാങ് പൗഡർ, ലോ പൗഡർ, അശ്വഗന്ധ, ലോഹഭസ്മം, തങ്കഭസ്മം, രജിത ഭസ്മം, അങ്ങനെ 44ഓളം അപൂർവമായ ഔഷധങ്ങളുടെ എക്സ്ട്രാക്ട് എടുത്ത് നിർമ്മിക്കുന്ന ഒരു അപൂർവമായ ഔഷധ ചേരുവകയാണ് നമ്മളുടെ മോർ പവർ എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാരീരികവും മാനസികമായ പരിപൂർണ ആരോഗ്യം കിട്ടുന്നുണ്ട്. ശരീരത്തിനും മനസ്സിനും പരിപൂർണ ആരോഗ്യം കിട്ടുന്നുണ്ട്. ഹൃദയത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ലിവറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്. ബ്രെയിൻ ഫംഗ്ഷന് സഹായിക്കുന്നുണ്ട്. ബ്രെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും സമാധാനവും സന്തോഷവും കിട്ടുന്നുണ്ട്. ബ്രെയിൻ പവർ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ മാഗ്നറ്റിക് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ. കാരണം നമ്മളെ തലച്ചോറിന് 1350 ഗ്രാമാണ് ഭാരമുള്ളത്. നമ്മളുടെ ഭാരം ശരാശരി ഏതാണ്ട് 70 കിലോ വരുന്നുണ്ട്. പക്ഷെ തലച്ചോറിന് 1350 ഗ്രാം മാത്രം പ്രത്യേകതയുള്ളു. പക്ഷെ തലച്ചോറിന് ഒരു പ്രത്യേകത, നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായുവിന്റെ 20% തലച്ചോറിന് വേണം. നമ്മൾ കുടിക്കുന്ന ജീവജലത്തിന്റെ 20% തലച്ചോറിന് വേണം. നമ്മൾ കഴിക്കുന്ന പോഷകാഹാരത്തിന്റെ 20% തലച്ചോറിന് വേണം. അപ്പൊ തലച്ചോറിന് എല്ലാം കൂടുതൽ വേണം. നമ്മളെ നിയോഡൈമ മെഡിക്കൽ മാനിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ തലച്ചോറിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനുള്ള പ്രാണവായുവിന്റെ അളവ് കൂടുതൽ കിട്ടുന്നുണ്ട്, ജീവജലത്തിന്റെ അളവ് കൂടുതൽ കിട്ടുന്നുണ്ട്, പോഷകാഹാരത്തിന്റെ കൂടുതൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ബ്രെയിൻ പവർ കൂടുതലായിരിക്കും. ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന എല്ലാവർക്കും ബ്രെയിൻ പവർ കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ മനസ്സിനും ശരീരത്തിനും സമാധാനവും സന്തോഷവും കിട്ടുന്നുണ്ട്. ഓറ ഡെവലപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഓറ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ബ്രെയിൻ പവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, സെക്സൽ പവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എടുത്തു പറയാവുന്ന ഒരു ഗുണമാണ് മോർ പവർ ഉപയോഗിക്കുന്ന മെമ്പേഴ്സ് സെക്സൽ പവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. രക്തം കട്ടപിടിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ട്, ക്യാൻസറിനെ പ്രതിരോധിക്കുന്നുണ്ട്, സന്ധിവാതം തടയുന്നുണ്ട്, ത്വക്ക് രോഗങ്ങൾ ഇല്ലാതെയാകുന്നുണ്ട്, അൽഷിമേഴ്സിനെ ഇല്ലാതാക്കുന്നുണ്ട്, പാർക്കിൻസൺ രോഗത്തിനുള്ള ആശ്വാസം കിട്ടുന്നുണ്ട്, ആമാശ സംബന്ധമായ രോഗങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട്, സോറിയാസിന് ആശ്വാസം കിട്ടുന്നുണ്ട്, കീമോതെറാപ്പി എടുക്കുന്ന ആളുകളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്, കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നുണ്ട്, രക്തക്കൊഴലുകളുടെ എലാസ്തികത വർദ്ധിപ്പിക്കുന്നുണ്ട്, പ്രമേഹം നിയന്ത്രിക്കുന്നുണ്ട്, പാൻക്രിയാസ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്, അപസ്മാരം ഇല്ലാതാക്കുന്നുണ്ട്, സന്ധിവേദന ആന്റി ബാക്ടീരിയ ഇഫക്റ്റീവ് ഉള്ളതുകൊണ്ട് മുറിവുകൾ പെട്ടെന്ന് സുഖപ്പെടുന്നുണ്ട്, ലൈംഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നുണ്ട്. ലൈംഗിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് ഉദ്ധാരണക്കുറവ്, ശീഘ്രസ്ഖലനം, കൗണ്ട് വർദ്ധിപ്പിക്കല്. അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈനൽ ടിഷ്യൂലേക്കുള്ള രക്തോട്ടം മെച്ചപ്പെടുത്തുന്നുണ്ട്.
മോർ പവറിന് അസാധ്യമായ ഒരു ഗുണമുണ്ട്. ആ ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൈനൽ ഗ്ലാൻഡിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നുണ്ട്. ആ പൈനൽ ഗ്ലാൻഡിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുമ്പോഴാണ് സെക്സ്വൽ പവർ ഡെവലപ്പ് ചെയ്യുന്നത്. ഉദാഹരണ കുറവ്, ശീഘ്ര സ്ഖലനം, കൗണ്ട് വർദ്ധിപ്പിക്കുക പോലുള്ള കാര്യങ്ങൾക്ക് അതൊരു പരിഹാരമാണ്. അതുപോലെ ശരീരത്തിലുടനീളം ആരോഗ്യകരമായ ഒരു രക്തചക്രം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ നിർമ്മാണം ഔഷധങ്ങളുടെ എക്സ്ട്രാക്ട് ആണ് ഉപയോഗിക്കുന്നത്. നാനോ ടെക്നോളജി, ആയുർവേദ, യുനാനി ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. മൈക്രോ ക്ലസ്റ്ററിംഗ് ടെക്നോളജി ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഇത് നമ്മൾ ഇത് കഴിച്ചാൽ നമുക്ക് എന്തെല്ലാം കിട്ടുന്നുണ്ട്? വൈറ്റമിൻസ് കിട്ടുന്നുണ്ട്, മിനറൽസ് കിട്ടുന്നുണ്ട്, ആന്റി ഓക്സിഡന്റ് ആണ്, അമിനോ ആസിഡ് കിട്ടുന്നുണ്ട്, നൈട്രിക് ഓക്സൈഡ് കിട്ടുന്നുണ്ട്, ആൽക്കലോയിഡ് കിട്ടുന്നുണ്ട്. 160 പരം ന്യൂട്രാസ്യൂട്ടിക്കൽ ഇത് അടങ്ങിയിട്ടുണ്ട്. 160 പരം ന്യൂട്രാസ്യൂട്ടിക്കൽ. എന്താണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ രോഗപ്രതിരോധവും രോഗനിവാരണ കാരണവുമാകുന്ന ആരോഗ്യം സംരക്ഷിക്കുന്ന ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. നിരവധി പോഷകങ്ങൾ നമ്മളുടെ പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പോഷകങ്ങളാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രത്യേക പോഷകങ്ങളുള്ള ഇവ സാധാരണ ഭക്ഷണങ്ങളെക്കാൾ കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ ഉള്ളവയാണ്. ഫുഡ് സപ്ലിമെന്ററികൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ, വിറ്റാമിൻസ്, ധാതുക്കൾ, പ്രകൃതിദത്ത ഉറവിടങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മിശ്രിതങ്ങൾ, ശുദ്ധമായ മിശ്രിതങ്ങൾ, ശുദ്ധമായ സംയുക്തങ്ങൾ എന്നിങ്ങനെ വിശാലമാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. പാർശ്വഫലങ്ങൾ കുറവാണ്. ന്യൂട്രാസ്യൂട്ടിക്കലിന് പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല. പ്രകൃതിജന്യ വസ്തുക്കളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. രോഗാവസ്ഥയിലേക്കുള്ള സംവേദനക്ഷമത കുറക്കുന്നുണ്ട്. പ്രമേഹം, അലർജി, അൽഷിമേഴ്സ്, ഹൃദ്രോഗം, ക്യാൻസർ, നേത്രരോഗങ്ങൾ, പാർക്കിൻസൺസ്, അമിതവണ്ണം എന്നിവയ്ക്ക് എതിരെ ന്യൂട്രാസ്യൂട്ടിക്കൽ ഫലപ്രദമാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഡോസേജ്. കമ്പനി 5 ഗ്രാമാണ് കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഒരു 2 ഗ്രാം കഴിച്ചാൽ മതി. നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ കിട്ടുന്നുണ്ട്. ആശ്വാസം ലഭിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട്. പ്രമേഹം, രക്തസമ്മർദ്ദം ഇല്ലാതാക്കുന്നുണ്ട്. മാനസികമായ പിരിമുറുക്കങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. പിന്നെ ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ടോക്സിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ആരോഗ്യമുള്ള കോശങ്ങളെ റീജനറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ശരീരത്തിനുള്ളിലുള്ള ക്ഷതങ്ങളെ പരിഹരിക്കുന്നുണ്ട്. പോഷകങ്ങളുടെ കുറവ് പരിഹരിക്കുന്നുണ്ട്. ഇതൊരു നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ ആ മോർ പവർ കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ നെയ്യ്, ഗീർപശുവിന്റെ നെയ്യ്, നീർപശുവിന്റെ നെയ്യ് കൂടി പറഞ്ഞേക്കാം. ഗീർപശുവിന്റെ നെയ്യ്, കാരണം നീർപശുവിന്റെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 2 കിലോ നെയ്യ് എനിക്ക് പോസ്റ്ററായിട്ട് വന്ന് ഞാൻ ഗീർപശുവിന്റെ നെയ്യ് ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം ലോകത്തിലെ ഏറ്റവും നല്ലൊരു പാലുൽപ്പന്നമാണ് ഗീർപശുവിന്റെ നെയ്യ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അമ്മിഞ്ഞ പാലിന് തുല്യമാണ് ഗീർപശുവിന്റെ പാലെന്ന് പറയുന്നത്. അപ്പൊ ഗീർപശുവിന്റെ പാലുൽപ്പന്നങ്ങളൊക്കെ എല്ലാം തന്നെ വളരെയേറെ ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പൊ ആ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയേക്കാം. നെയ്യ് എന്ന് പറഞ്ഞാൽ രുചിയുടെ പര്യായമാണ്. ഗീർപശുവിന്റെ നെയ്യ് എന്ന് പറഞ്ഞാല് രുചിയുടെ പര്യായമാണ്. ഇപ്പൊ നമ്മള് പുരാതന കാലം തുടങ്ങി നമ്മൾ കറികളിൽ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. വെജിറ്റേറിയൻ ഇഷ്ടൂല് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മട്ടൺ ഇഷ്ടൂല് നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. പലഹാരങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ബിരിയാണിയിൽ ഉപയോഗിക്കുന്നുണ്ട്. കഞ്ഞിയിലൊക്കെ നെയ്യ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല നെയ്യ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ്. നമുക്ക് പെട്ടെന്ന് ആരോഗ്യം കിട്ടുന്നുണ്ട്. ഇപ്പൊ ഗീർപശുവിന്റെ നെയ്യുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാചീന കാലം മുതൽ മരുന്നുകളിൽ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഗീർപശുവിന്റെ നെയ്യ് മരുന്നുകളിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മരുന്നിന് അല്പം വില കൂടുതലായിരിക്കും, പക്ഷെ നമുക്ക് 100 മടങ്ങ് ഗുണം കിട്ടുന്നുണ്ട്. അപ്പൊ പാല് എന്ന് പറഞ്ഞാൽ പാല് നെയ്യ് ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. പാല് ഏതാണ്ട് 33 ലിറ്റർ പാല് വേണം 1 കിലോ നെയ്യ് കിട്ടാനായിട്ട്. പാല് അത് ചെറു ചൂടില് അത് തിളപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തിളപ്പിച്ചേക്കുന്നുണ്ട്. ആ തിളപ്പിച്ചിട്ടാണ് ഉറൊഴിച്ച് തൈരാക്കുന്നത്. ആ തൈര് കടഞ്ഞെടുക്കുമ്പോഴാണ് വെണ്ണ കിട്ടുന്നത്. ആ വെണ്ണ ചെറു ചൂടിൽ വെച്ച് ചൂടാക്കുമ്പോഴാണ് നെയ്യാകുന്നത്. ഇവിടെ നമ്മള് പ്രക്രിയ പാരമ്പര്യ രീതിയിലാണ് ഇവിടെ നമ്മൾ നെയ്യ് ഉത്പാദിപ്പിക്കുന്നത്. വരടി വെച്ചാണ് കത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചെറിയ ചൂട് ക്രമമായിട്ട് കിട്ടാൻ വേണ്ടിയാണ് വരടി ഉപയോഗിക്കുന്നത്. ആ പഴയ രീതിയിൽ തന്നെ കടഞ്ഞാണ് വെണ്ണ എടുക്കുന്നതും അത് നെയ്യാക്കി മാറ്റുന്നതും. അപ്പൊ വെണ്ണ ചെറു ചൂടിൽ ചൂടാക്കുമ്പോൾ നെയ്യ് ഉത്പാദിപ്പിക്കുമ്പോൾ ഗുണമേന്മ ഒട്ടും തന്നെ നഷ്ടപ്പെട്ടു പോകുന്നില്ല. 1 സ്പൂൺ നെയ്യില് 130 കലോറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പിനകത്ത് അലിഞ്ഞു ചേർന്നിരിക്കുന്ന 4 തരം വൈറ്റമിൻസ് ഉണ്ട്. കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന 4 രീതിയിലുള്ള വൈറ്റമിൻസ് ആണ് ട്ടാ ഈ ഗീർപശുവിന്റെ നെയ്യിലുള്ളത്. അത് കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസിന് ഒരുപാട് ഗുണങ്ങൾ നമ്മളെ മനുഷ്യ ശരീരത്തിൽ കിട്ടുന്നതാണ്.
അതിലൊന്ന് വൈറ്റമിൻ എ ആണ്. ആ വൈറ്റമിൻ എ കണ്ണിന്, മുടിക്ക്, സ്കിന്നിന് ഒക്കെ ഗുണം കിട്ടുന്നുണ്ട്. ജരാനിരകൾ കുറക്കാൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ പാരമ്പര്യമായിട്ട് നെയ്യ് ഉപയോഗിക്കുന്ന ചില സമൂഹമുണ്ട്, ചില സമുദായമുണ്ട്, നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ബ്രാഹ്മൺസ് പോലുള്ള ആളുകൾ, അവർക്ക് ബുദ്ധിശക്തി വളരെ കൂടുതലാണ്, ദീർഘായുസ് ഉണ്ട്, രോഗങ്ങളൊന്നും വരാറില്ല, അവർക്ക് ജരാനിരകൾ ഉണ്ടാകാറില്ല, സ്കിൻ എപ്പോഴും ആരോഗ്യമുള്ളതായിട്ട് ഇരിക്കാറുണ്ട്. അതെല്ലാം തന്നെ അതിൽ വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ അതിൽ വൈറ്റമിൻ ബി ഉണ്ട് എന്ന് പറഞ്ഞാല് കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി ഉണ്ട്. ആ വൈറ്റമിൻ ബിന്റെ ഗുണം ഞാൻ അവസാനം പറയാം. ഇനി വൈറ്റമിൻ ഇ ഉണ്ട്, കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ ഉണ്ട്. വൈറ്റമിൻ ഇയുടെ ഗുണം എന്ന് പറഞ്ഞാൽ കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്. ക്യാൻസർ വരാതിരിക്കാനായിട്ട് വൈറ്റമിൻ ഇ വേണം. അപ്പൊ ക്യാൻസർ വരാതിരിക്കാനും കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് വൈറ്റമിൻ ഇ വേണമെങ്കിൽ നമ്മളെ ഗീർ പശുവിന്റെ നെയ്യിൽ കൊഴുപ്പിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വൈറ്റമിൻ ഇ സുലഭമായിട്ടുണ്ട്. ഇനി വൈറ്റമിൻ കെ, എല്ലുകൾക്ക് ആരോഗ്യം കിട്ടാൻ, രോഗപ്രതിരോധ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കാൻ, കാൽസ്യം ശരീരം ആഗിരണം ചെയ്യാനായിട്ട് വൈറ്റമിൻ കെ വേണം. ഗീർ പശുവിന്റെ നെയ്യിൽ കൊഴുപ്പിൽ അലിഞ്ഞു ചേർന്ന വൈറ്റമിൻ കെ സുലഭമായിട്ടുണ്ട്. പിന്നെ ഫാറ്റി ആസിഡ് ഇതിലെ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നീർക്കെട്ട് കുറയുന്നതിനാൽ ജോയിന്റ് പെയിന് ആശ്വാസം കിട്ടുന്നുണ്ട്. കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകണം എന്ന തോന്നൽ ഒഴിവാക്കുന്നുണ്ട്. ഗീർ പശുവിന്റെ നെയ്യ് കഴിച്ചാല് ചില ആളുകൾക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബാത്റൂമിൽ പോകണമെന്നൊരു തോന്നലുണ്ടാവുമല്ല. അത് കുടലിന്റെ ആരോഗ്യത്തിന്റെ ചില ന്യൂനതകളാണ്, പ്രശ്നങ്ങളാണ്. ആ പ്രശ്നത്തിന് ഒഴിവാക്കുന്നുണ്ട്. ഉരുണ്ടുമറിയുന്ന ശബ്ദം കേൾക്കുന്ന അവസ്ഥ ഒഴിവാകുന്നുണ്ട്. ആമാശയത്തിലെ മുറിവുകളെയും പൊള്ളലുകളെയും ശമിപ്പിക്കുന്നുണ്ട്. കുടലിൽ ആഹാരം പറ്റിപ്പിടിക്കുന്നില്ല. ഗീർ പശുവിന്റെ നെയ്യ് കഴിച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ ഒരു സ്പൂൺ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുടലിൽ ആഹാരം ഒരു കാരണവശാലും പറ്റി പിടിക്കില്ല. കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്. ഇവിടെ നെയ്യ് മാത്രം കഴിച്ചാല് നമ്മൾ വണ്ണം കുറയും. ഗീർ പശുവിന്റെ നെയ്യുടെ ഒരു പ്രത്യേകത, നെയ്യ് മറ്റൊന്നിലും ചേർക്കാതെ രാവിലെ വെറും വയറ്റില് ഒരു 5 ഗ്രാം നെയ്യ്, ഒരു ചെറിയ സ്പൂൺ നെയ്യ് നമ്മൾ വായില് ഉമിനീരിനോടൊപ്പം ഇറക്കുകയാണെങ്കിൽ എത്ര പൊണ്ണത്തൊടി ഉള്ളവരുടെയും വണ്ണം കുറയും, അവര് മെലിയും. അതിൽ വേറെ ഒന്നും ചേർക്കരുത്, നെയ്യ് മാത്രമായിട്ട് കഴിക്കണം. ഇനി നെയ്യ് മധുരം ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരം വണ്ണം വെക്കും. അപ്പൊ ചില ആളുകൾക്ക് വണ്ണം വെക്കാൻ ആഗ്രഹമുള്ള മെമ്പേഴ്സ് ഉണ്ടാവും. അവര് ശർക്കരയിൽ ചാലിച്ചോ പഞ്ചസാരയിൽ ചാലിച്ചോ ഈ നെയ്യ് കഴിക്കണം. ഈ തേനിൽ ചാലിച്ച് കഴിക്കുക. നെയ്യുടെ പകുതി അളവിൽ മാത്രമേ തേൻ എടുക്കാൻ പാടുള്ളൂ. സമം ഒരിക്കലും എടുക്കാൻ പാടില്ല. അത് ശരീരത്തിന് ഗുണകരമല്ല, ദോഷകരമാണ്. ഒന്നുകിൽ നെയ്യുടെ അളവ് കുറവായിരിക്കണം, അല്ലെങ്കിൽ തേന്റെ അളവ് കുറവായിരിക്കണം. ഏതെങ്കിലും ഒന്ന് പകുതി ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ തേനും വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ മധുരം ചേർത്ത് ഗീർ പശുവിന്റെ നെയ്യ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വണ്ണം കൂടും. അപ്പൊ വണ്ണം കുറക്കാനും വണ്ണം കൂട്ടാനും ഗീർ പശുവിന്റെ നെയ്യ് സഹായകരമാണ്. പിന്നെ ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ HDL കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം ഗീർ പശുവിന്റെ നെയ്യ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മോശം കൊളസ്ട്രോൾ ദൂരെ പോകുന്നുണ്ട്, നല്ല കൊളസ്ട്രോൾ ശരീരത്തിൽ കൂടുന്നുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. രക്തക്കുഴലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നുണ്ട്, എലാസ്തികത വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് രക്തക്കുഴലുകളെ റിപ്പയർ ചെയ്യാനായിട്ട് ഗീർ പശുവിന്റെ നെയ്യ് സഹായിക്കുന്നുണ്ട്. ഹൃദയത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹൃദയത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്ട്രോക്ക് വരാതിരിക്കാനുള്ള ഒരു ദിവ്യ ഔഷധമാണ്. പെട്ടെന്ന് ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലങ്ങളിലൊക്കെ പനി വന്നൊക്കെ രോഗങ്ങൾ വന്ന് ക്ഷീണിതരാകുന്ന മെമ്പേഴ്സിനെ കഞ്ഞിയില് നെയ്യ് ചേർത്ത് കഴിക്കുന്നത് പെട്ടെന്ന് ക്ഷീണം മാറാനാണ്. കുഞ്ഞു കുട്ടികൾക്ക് വരെ കൊടുക്കുക. മുല കുടിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെറിയ അളവില് ഗീർ പശുവിന്റെ നെയ്യ് കൊടുക്കുക. അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല ശരീരത്തിന് സൗന്ദര്യം ഉണ്ടാവും. ആരോഗ്യവും ഉണ്ടാവും, സൗന്ദര്യവും ഉണ്ടാവും, ബുദ്ധിശക്തി കൂടിയ കുട്ടികളായിരിക്കുള്ളൂ. അതുപോലെ മലമ്പിടുത്തം മാറുന്നുണ്ട്. സ്കിന്ന് വിണ്ട് കീറുന്നവർ, ചുണ്ട് വിണ്ട് കീട്ടുന്നവർ, ഉപ്പൂറ്റി വിണ്ട് കീറുന്നവർക്ക് ഇതൊരു ദിവ്യ ഔഷധമാണ്. ചുണ്ട്, ഉപ്പൂറ്റി, സ്കിന്ന് വിണ്ട് കീറുന്നവർക്ക് ഇതൊരു ദിവ്യ ഔഷധമാണ്. നാച്ചുറൽ ആന്റി ഓക്സിഡന്റ് ആണ്. ഡോസേജ് ഒരു ദിവസം 10 ഗ്രാം വരെ കഴിക്കുക. രാവിലെ 5 ഗ്രാം, വൈകിട്ട് 5 ഗ്രാം. ഈ രീതിയിലാണ് കഴിക്കേണ്ടത്. പരമാവധി 10 ഗ്രാം, 5 ഗ്രാമാണ് ഉത്തമം. പിന്നെ വൈറ്റമിൻ ബി, ഞാൻ പറഞ്ഞു വൈറ്റമിൻ ബി, കാരണം കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി ഇതിൽ സുലഭമായിട്ടുണ്ട്. വൈറ്റമിൻ ബിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിശപ്പില്ലായ്മ പരിഹരിക്കാനായിട്ട് വൈറ്റമിൻ ബിക്ക് സാധിക്കുന്നുണ്ട്. എപ്പോഴും ക്ഷീണം തോന്നുന്ന ആൾക്കാരെ എനർജറ്റിക് ആയിട്ട് നിർത്താനായിട്ട് വൈറ്റമിൻ ബി സഹായകരമാണ്. മസിൽ വീക്ക് ആകുന്ന ആൾക്കാർ, മസിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന ആൾക്കാരല്ലോ, വീക്കായി പോകുന്ന മെമ്പേഴ്സ് ഉണ്ടല്ലോ, ആ മസിലുകളെ ബലപ്പെടുത്താനായിട്ട് വൈറ്റമിൻ ബി വേണം. പിന്നെ ചുണ്ടിന്റെ സൈഡിൽ വിണ്ട് കീറുന്നത് മാറ്റാനായിട്ട് വൈറ്റമിൻ ബി വേണം.
പിന്നെ വരണ്ട ചർമ്മം, വായ്പുണ്ണ് ഇല്ലാതാക്കാനായിട്ട് വൈറ്റമിൻ ബി വേണം. വിഷാദ രോഗം ഇല്ലാതാക്കാനായിട്ട് വൈറ്റമിൻ ബി വേണം. കാലിന്റെ അടിയിലെ ചൂട് കുറക്കാനായിട്ട് വൈറ്റമിൻ ബി വേണം. മുടി കൊഴിച്ചിൽ തടയാനായിട്ട് വൈറ്റമിൻ ബി വേണം. തൊലിക്ക് പുറമേയുള്ള ചൊറിച്ചിൽ ഇല്ലാതാക്കാനായിട്ട് വൈറ്റമിൻ ബി വേണം. നഖം പൊട്ടുന്നത് ഒഴിവാക്കാനായിട്ട് വൈറ്റമിൻ ബി വേണം. തലകറക്കം ഇല്ലാതാക്കാനായിട്ട് വൈറ്റമിൻ ബി വേണം. ആ വൈറ്റമിൻ ബി സുലഭമായിട്ട് ഗീർ പശുവിന്റെ നെയ്യിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ഔഷധ ഗുണമുള്ള പാൽ ഉൽപ്പന്നമാണ് ഇന്ത്യൻ ഗീർ പശുവിന്റെ നെയ്യ്. വില വളരെ കുറവാണ്, 3250 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഓപ്പൺ മാർക്കറ്റിൽ 5000 രൂപ വരെ ഉണ്ട്. പക്ഷെ 5000 രൂപ കൊടുത്താൽ പോലും കിട്ടുന്നില്ല, പരിശുദ്ധമായ ഗീർ പശുവിന്റെ നെയ്യ് കിട്ടുന്നില്ല. ഇവിടെ പരിശുദ്ധമായ ഗീർ പശുവിന്റെ നെയ്യ് നമുക്ക് ഈ രീതിയിൽ സുലഭമായിട്ട് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഗീർ പശുവിന്റെ നെയ്യ് എന്ന് പറഞ്ഞാൽ വളരെ ഗുണകരമായ ഒന്നാണ്. ഞാനിപ്പോ ഇവിടെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കിയേക്കാം. അത് നമുക്ക് പബ്ലിക്കിനോട് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ മാത്രം ചില പ്രത്യേകതകളാണ്. ഈ ബയോട്ടികത്തിന് മാത്രം ചില പ്രത്യേകതകൾ. ഒന്ന്, ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ, മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങളും ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ്. കൊറോണ യോദ്ധ അവാർഡ് ലഭിച്ച ഉൽപ്പന്നമാണ് നിയോഡൈമ മെഡിക്കൽ മാനേജ്മെന്റ് ഉൽപ്പന്നങ്ങൾ. പിന്നെ വേൾഡ് ഗിന്നസ് ബുക്കിൽ പേര് വന്ന കമ്പനിയാണ് ഈ ബയോട്ടോറിയം. നമുക്ക് അഭിമാനത്തോട് പറയാവുന്ന കാര്യമാണ്. പാറ്റന്റ് ഉൽപ്പന്നങ്ങളാണ്, മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങളും പാറ്റന്റ് ഉൽപ്പന്നങ്ങളാണ്. ഈ ബയോട്ടോറിയത്തിന് മാത്രം അവകാശപ്പെട്ട, ഈ ബയോട്ടോറിയത്തിന് മാത്രം കുത്തകയായിട്ടുള്ള, ഓപ്പൺ മാർക്കറ്റിൽ കിട്ടാത്ത ഉൽപ്പന്നങ്ങളാണ്, പാറ്റന്റ് ഉൽപ്പന്നങ്ങളാണ്. ക്ലിനിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതാണ്, ക്ലിനിക്കൽ പ്രൂവ്ഡ് ആണ്, കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല, നാച്ചുറൽ ആണ്, NABL ലാബറട്ടറി ടെസ്റ്റ് കഴിഞ്ഞതാണ്, GMP സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ്, പ്ലാന്റ് ബേസ്ഡ് ഉൽപ്പന്നങ്ങളുണ്ട്, റിവേഴ്സ് ഏജിങ് ഉൽപ്പന്നങ്ങളാണ്, പിന്നെ സെൽ റീജനറേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്, കെമിക്കൽ ഫ്രീ സൊല്യൂഷൻ ആണ്, 19 വർഷത്തെ റിസർച്ചിന്റെ ഫലമായിട്ട് കണ്ടെത്തിയ ഉൽപ്പന്നങ്ങളാണ് പലതും, 100% നിയമാനുസൃതമാണ്, ആഗോള അംഗീകാരം ലഭിച്ച ഉൽപ്പന്നങ്ങളാണ്, നിങ്ങളുടെ ഫാമിലിക്ക് 100% സുരക്ഷിതമായ ഉൽപ്പന്നങ്ങളാണ്, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഫഷണലുകൾ റെക്കമെൻഡ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ്, ശരീരത്തിൽ അധികമുള്ളതിനെ കുറക്കാനും കുറവുള്ളതിനെ പരിഹരിക്കാനും സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ് ശരീരത്തിൽ കൂടുതലുള്ളത്, എന്തൊക്കെയാണ് ശരീരത്തിൽ കുറവുള്ളതും കൂടി നമുക്ക് പരിശോധിച്ചേക്കാം. ശരീരത്തിൽ കുറവുള്ളത് കുറെ കാര്യങ്ങളുണ്ട്, ശരീരത്തിൽ കൂടുതലുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ കുറവ് പരിഹരിക്കാനും കൂടുതലുള്ളതിനെ കുറക്കാനും സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ശരീരത്തിൽ കൂടുതലുള്ളത്? ആ കൂടുതലുള്ളതിനെ കുറക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞാല് ഫാറ്റ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്, സാൾട്ട് ഉണ്ട്, കെമിക്കൽ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, കഫീൻ ഉണ്ട്, കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ട്, മെഡിക്കൽ കോമ്പൗണ്ട് ഉണ്ട്. അങ്ങനെ 9 കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലുണ്ട്. ഈ കൂടുതലുള്ളതിനെ കുറക്കാനായിട്ട് നമ്മളുടെ പല ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് നമ്മളുടെ ഈ ബയോട്ടോറിയത്തിന്റെ പല ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ശരീരത്തിൽ അധികമുള്ള ഘടകങ്ങളെ കുറക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി കുറവുള്ളതിനെ കുറവ് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്, കൂട്ടാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ കുറവുള്ളത്? പ്രോട്ടീൻ കുറവുണ്ട്, വൈറ്റമിൻസ് കുറവുണ്ട്, മിനറൽസ് കുറവുണ്ട്, ന്യൂട്രിയൻസ് കുറവുണ്ട്, അപൂരിത കൊഴുപ്പുകൾ കുറവുണ്ട്, അമിനോ ആസിഡ്, എൻസൈമുകള്, ടെറസ് എലിമെന്റ്സ്. അങ്ങനെ ശരീരത്തില് വേണ്ടത് കുറവ് എന്തെല്ലാമാണോ ആ കുറവിനെ പരിഹരിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകൾ. ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്, ഇനിയും പുതിയ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. ആ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ 100% ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്, 100% റിസൾട്ട് കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇതൊക്കെ നിയോഡൈമ മെഡിക്കൽ മാനേജ്മെന്റിന്റെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകളാണ്. ഇനി ഇത് മാത്രമല്ല, ഈ കമ്പനിയുടെ പ്രത്യേകത ഇതല്ല. ഒരു 6 മാസം മുമ്പ് വരെ നിയോഡൈമ മെഡിക്കൽ മാനേജ്മെന്റ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചുകൊണ്ടാണ് കമ്പനി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തത്. ഏതാണ്ട് 500ഓളം കോടീശ്വരന്മാരെ സൃഷ്ടിക്കാനും 25 ലക്ഷത്തോളം സംതൃപ്തരായ കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കാനും 10,000-കണക്കിന് മെമ്പേഴ്സ് യൂട്യൂബിൽ വന്നിട്ട് ടെസ്റ്റിമോണിയൽ പറയാനും ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത അനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും നമ്മളുടെ ഈ മാഗ്നറ്റിക് നാനോ ടെക്നോളജിയിലുള്ള നിയോഡൈമ മെഡിക്കൽ മാനേജ്മെന്റ് ഉൽപ്പന്നങ്ങൾക്ക് സാധിച്ചെങ്കിൽ ഇപ്പൊ മോർ പവർ ഉണ്ട്, ആൾട്രാബെറി ഉണ്ട്, ഗീർ പശുവിന്റെ നെയ്യുണ്ട്, പ്ലാന്റ് ബേസ്ഡ് ഉൽപ്പന്നങ്ങളുണ്ട്, പിന്നെ ആൽക്കലൈൻ വാട്ടറിന്റെ മെഷീൻ ഉണ്ട്, പിന്നെ ടെറോ ടെക്നോളജിയിലുള്ള അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങളുണ്ട്. നമ്മൾ ഇന്ത്യയിലല്ല ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഉൽപ്പന്നമാണ് ടെറോ ടെക്നോളജിയിലുള്ള
അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ, ഇലക്ട്രോണിക്സ്, വാഹനങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് 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 ഉൽപ്പന്നങ്ങൾ, ഏതാണ്ട് 90ഓളം ഉൽപ്പന്നങ്ങൾ ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. ഏതാണ്ട് 3000ഓളം ഉൽപ്പന്നങ്ങളാണ് ഈ ബയോടൂറിസത്തിന്റെ പ്ലാറ്റ്ഫോമിലൂടെ വരാൻ പോകും. മാത്രമല്ല ഏറ്റവും കൂടുതൽ, കാരണം കമ്പനി വാഗ്ദാനം ചെയ്യുന്ന 3 കാര്യങ്ങൾ. ഒന്ന് ആരോഗ്യം, ജനങ്ങളുടെ ആരോഗ്യം. ഞാൻ മീറ്റിംഗിന്റെ ആരംഭഘട്ടത്തിൽ പറഞ്ഞ്, നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു ദിവാസ്വപ്നം കാണുക, നമ്മളുടെ ആരോഗ്യം ഒരു ഉപകരണത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, എന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. നമുക്ക് ഒരു ടെൻഷനും ഇല്ല, ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നം. ഇനിതാ നിങ്ങളുടെ കിച്ചണിൽ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം തന്നെ മനോഹരമായിട്ടും സുരക്ഷിതമായിട്ടും അതും കേടുപാട് കൂടാതെ തന്നെ ശേഖരിച്ചു വെക്കാൻ സഹായിക്കുന്ന പാക്ക് ഓഫ് 6 ഫ്രഷ് വെജിറ്റബിൾ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് വിത്ത് ലിഡ്. അതിനോടൊപ്പം തന്നെ നിയോഡൈമയും മെഡിക്കൽ മാനുള്ള മാട്രസ് ഉണ്ട്. ആ മാട്രസിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ നമ്മൾ ആഗിരണം ചെയ്യുന്നുണ്ട്, ഗാഠമായ ഉറക്കം കിട്ടുന്നുണ്ട്, ഉറക്കത്തിൽ നമ്മുടെ ശരീരത്തിലെ മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഒരു 120 ദിവസം കഴിയുമ്പോൾ ആരോഗ്യമുള്ള ഒരു പുതിയ മനുഷ്യനായിട്ട് മാറാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിയോഡൈമയും മെഡിക്കൽ മാഗ്നറ്റിന്റെ വാട്ടർ എനർജി പാടി ചുറ്റി വെച്ച വെള്ളം കുടിക്കുമ്പോൾ ജീവജലം നമുക്ക് കുടിക്കാൻ സാധിക്കുന്നുണ്ട്. റെസ്റ്റ് ബാൻഡ് ഉപയോഗിക്കുമ്പോൾ ആന്റി റേഡിയേഷൻ ആണ്, ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൊറോണ വന്ന് കഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും കുഴഞ്ഞോടും മരിക്കില്ല എന്നുള്ള ഗ്യാരണ്ടി ഉണ്ട്. അപ്പൊ ഈ ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മളെ ആരോഗ്യം നമ്മളെ ഏൽപ്പിച്ചാൽ മതി. നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുക. ഒരു ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് എന്താണ്? എനിക്ക് രോഗം വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഏറ്റവും അടുത്ത ഡോക്ടറോട് ചോദിച്ചാൽ, സാധാരണ ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് രോഗം വരട്ടെ എന്നിട്ട് ഞാൻ ചികിത്സിക്കാന്ന് പറയുള്ളൂ. പക്ഷെ ഡോക്ടർ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവാണെങ്കിൽ ഡോക്ടർ പറയും നിങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ വ്യായാമം ചെയ്യണം. എന്തിനാണ് ഡോക്ടറെ വ്യായാമം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡോക്ടർ എന്ത് പറയും? നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാൻ വേണ്ടി, കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ വേണ്ടി. ഇതിനുവേണ്ടിയാണ് നമ്മൾ വ്യായാമം ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ വ്യായാമം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഉൽപ്പന്നങ്ങളിൽ കിടന്നുറങ്ങുമ്പോഴാ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നമ്മളുടെ കോശങ്ങൾക്ക് ആവശ്യമായ മാഗ്നറ്റിക് പവർ കിട്ടുന്നുണ്ട്. ആ മാഗ്നറ്റിക് പവർ നമുക്കൊരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 120 ദിവസം കഴിയുമ്പോൾ ആരോഗ്യമുള്ള ഒരു പുതിയ മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അകത്തേക്ക് കഴിക്കാൻ സാധിക്കുന്ന സമ്പൂർണമായ നമുക്ക് ആഹാരങ്ങൾ, ഈർപ്പശുവിന്റെ നെയ്യുണ്ട്, അൾട്രാബെറി ഉണ്ട്, മോർ പവർ ഉണ്ട്, ഇനിയും ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. പ്ലാന്റ് ബേസ്ഡ് ഉൽപ്പന്നങ്ങൾ ഒരുപാടുണ്ട്, അതിനെ സംബന്ധിച്ചും പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാല് ഇന്ന് വിറ്റഴിയുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇത് ബിസിനസ്സാണ്. അപ്പൊ ബിസിനസ് കൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് അവന്റെ മനസ്സിലുള്ള സങ്കല്പങ്ങൾ പൂവണിക്കാൻ സാധിക്കുള്ളൂ. ഓരോ മനുഷ്യരും നമ്മളുടെയൊക്കെ കൗമാരത്തില് യൗവനാരംഭത്തില് നമുക്ക് എന്തെല്ലാം സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ടപ്പോൾ നമ്മളെ സ്വപ്നങ്ങളെല്ലാം തന്നെ പൊഴിഞ്ഞു പോയി. അപ്പൊ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് ചെയ്യണം. ബിസിനസ് ചെയ്യണമെങ്കിൽ ജനങ്ങൾക്ക് അത്യാവശ്യമായ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ നമുക്ക് സാധിക്കണം. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന, അത്യാവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കണം. ഇവിടെ ഈ ബയോടൂറിസത്തിന്റെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ 100% ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ്. ജനങ്ങൾ എല്ലാവരും തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങൾക്കും ആവശ്യമായ ഉൽപ്പന്നങ്ങളാണ്. 140 കോടി ജനങ്ങൾക്കും ആവശ്യമായ ഉൽപ്പന്നങ്ങളാണ്. ഇവിടെ വാമൊഴിയായിട്ട് നമ്മൾ ഈ ഉൽപ്പന്നം വിറ്റഴിക്കുന്നത്. ഒരാളും വന്ന് പരസ്യം ചെയ്യുന്നില്ല. റിസൾട്ടാണ് താരം. ഇന്ന് ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് 25 ലക്ഷത്തോളം മെമ്പേഴ്സ് ഉൽപ്പന്നം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, 10,000-കണക്കിന് മെമ്പേഴ്സ് യൂട്യൂബിൽ വന്ന് റിസൾട്ട് പറയുന്നുണ്ടെങ്കിൽ, ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിച്ചെങ്കിൽ റിസൾട്ടാണ് താരം. റിസൾട്ടാണ് ഇവിടെ വിറ്റഴിയുന്നത്. ഓരോ മെമ്പേഴ്സും ഉപയോഗിക്കുന്ന ഗുണഫലങ്ങള് അവരുടെ സർക്കിളുള്ള മെമ്പേഴ്സോട് പറയുമ്പോൾ, വ്യക്തിബന്ധങ്ങളിൽ പറയുമ്പോൾ ആണ് ആ വ്യക്തിബന്ധങ്ങള് നിസ്സാര പൈസ കൊണ്ട് ഈ ഉൽപ്പന്നം വാങ്ങിക്കാൻ തയ്യാറാകുന്നത്. ഓരോ 9,800, ഒരു 16,500 ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വലിയ എമൗണ്ട് അല്ല, ഒരു ചെറിയ എമൗണ്ട്. 25 വർഷത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഉൽപ്പന്നം. ഒരു ദിവസത്തേക്ക് അവരുടെ കുടുംബത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി 1 രൂപ പോലും വരുന്നില്ല. 1 രൂപ പോലും വരുന്നില്ല. അത്രയും ചെറിയൊരു എമൗണ്ടിൽ അവരുടെ ആരോഗ്യം, പരിപൂർണമായ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ഉൽപ്പന്നം. അപ്പൊ ഇവിടെ റിസൾട്ടാണ് താരം. ആ റിസൾട്ടാണ് ഇവിടെ ഓരോരുത്തരും ഈ രീതിയിൽ വിജയിപ്പിച്ചത്. 500ഓളം കോടീശ്വരന്മാരാ ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് സൃഷ്ടിക്കാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 500ഓളം കോടീശ്വരന്മാരാ.
ഈ കോടീശ്വരന്മാരിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് 2 കണ്ണില്ലാത്ത നേഹാമടാണ്. അതുകൊണ്ട് 60 വയസ്സിൽ കൂടുതൽ അവർക്ക് പ്രായമുണ്ട്. ജന്മന അന്ധയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുള്ള ആ നേഹ മാഡം കടം വാങ്ങിച്ചുകൊണ്ടാണ് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. കയ്യിൽ പണമില്ല, ബന്ധുക്കളോട് കടം വാങ്ങിച്ച് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് അവർക്ക് കിട്ടിയ ഗുണഫലങ്ങൾ കണ്ടപ്പോൾ, റിസൾട്ട് കണ്ടപ്പോൾ അവരുടെ സർക്കിളിലുള്ള മെമ്പേഴ്സ് ഉൽപ്പന്നം വാങ്ങിക്കാൻ തയ്യാറായി. ഓരോരുത്തരുടെ റിസൾട്ട് അവരുടെ വ്യക്തിബന്ധങ്ങളിൽ പറഞ്ഞ് ബിസിനസ് മുന്നോട്ട് പോയി. ഈ നേഹ മാഡത്തിന് കിട്ടിയ വരുമാനം 2 കോടി രൂപയ്ക്ക് മേലെയും. ആരോഗ്യം കിട്ടി, ആരോഗ്യത്തോടൊപ്പം അവർക്ക് സമ്പത്ത് കിട്ടി, സമ്പത്തിനോടൊപ്പം തന്നെ സന്തോഷം കിട്ടി. ഇതെല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. ഞാൻ പറയുന്നത് ഈ ബയോട്ടോറിയത്തെ കേൾക്കാൻ, ഈ ബയോട്ടോറിയത്തെ പറ്റി, ഈ ബയോട്ടോറിയത്തിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് കേൾക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞ ഒരു ഭാഗ്യമാണ്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ ബയോട്ടോറിയത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമുക്ക് കിട്ടിയ ഗുണഫലങ്ങള് മറ്റുള്ളവരായിട്ട് പങ്കുവെക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ ചെയ്യുന്നത് പോലെ അത് എത്ര കൂടുതൽ മെമ്പേഴ്സിനോട് പറയാവുന്ന എനിക്ക് കിട്ടിയ ഗുണഫലങ്ങളാണ് ഈ ബയോട്ടോറിയത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറാൻ എനിക്ക് സാധിച്ചത്. നിർജ്ജീവമായി പോയ ഞാൻ സജീവമായി മാറിയത് കൊണ്ടാണ് ഈ ബയോട്ടോറിയത്തിന്റെ ഒരു ഭാഗമായിട്ട്, ഒരു ചാരിറ്റി ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നത്. ഒരു ചാരിറ്റി ആയിട്ട് ഒരു ദിവസം ഒരു 10 പേരോടെങ്കിലും ഈ ബയോട്ടോറിയത്തെ സംബന്ധിച്ച്, ഇതിന്റെ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് പറഞ്ഞില്ല എങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. എന്തൊരു അസ്വസ്ഥതയാണ്. അതൊരു ചാരിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. എന്റെ ഒരു കടമയാണ്, എന്റെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ആ രീതിയിൽ ഒന്ന് ഏറ്റെടുക്കാനായിട്ട്, ഈ ഉൽപ്പന്നങ്ങൾ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട്, ചെറിയൊരു എമൗണ്ട് കൊടുത്തുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഗുണഫലങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് നിങ്ങളൊരു ഉത്തരവാദിത്തമാണ്, ഈ സമൂഹത്തിനോട് ചെയ്യാവുന്ന ഒരു നന്മയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചാരിറ്റി എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് ആരോഗ്യം കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ആയുസ് വർദ്ധിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിന് സമ്പത്ത് കിട്ടുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന് സന്തോഷം കിട്ടുന്നുണ്ട്. ഈ സന്തോഷം ഈ സമൂഹത്തിൽ പങ്കുവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു മനുഷ്യനായ നിങ്ങൾക്ക് ഒരു ദൈവമായിട്ട് മാറാനുള്ള ഒരു അപൂർവമായ ഒരു അവസരമാണ് ഈ ബയോട്ടോറിയം. ജയ് ഈ ബയോട്ടോറിയം. എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ഭാഗയുടെ അവസരം. ഓക്കെ.